സ്ത്രീലോല സുരതുപചാര കുശല രാമേ ക്ഷണക ശാസ്ത്രവിൽ ദൂതക കുഞ്ചിക ഊർധജ കടുമതിർ ഹാസ്യോ അങ്കിത ദ്യുതവിൽ ചർവാംഗ പ്രിയവാക് പ്രഭഷണേ രുചിർ ഗീത പ്രിയോ നൃത്തവിൽ ക്ലീബൈര്യ അതിരഥീം സമുന്നത നസ ചന്ദ്രൈ തൃതീയ ശൈകി. അർത്ഥം കൂടി വായിച്ചാട്ടെ. ചന്ദ്രൻ മിഥുനൻ രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ സ്ത്രീകളിൽ അമിതമായ ആസക്തി ഉള്ളവനും കാമക്രീഡകളിൽ നൈപുണ്യമുള്ളവനും കറുത്ത കണ്ണുകളോട് കൂടിയവനും ശാസ്ത്ര വിഷയങ്ങൾ അറിവ് നേടിയിട്ടുള്ളവനും സന്ദേശവാഹകനും ചുരുണ്ട തലമുടിയോട് കൂടിയവനും സുന്ദരമായ ശരീരത്തോടു കൂടിയവനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിൽ സംസാരിക്കുന്നവനും നല്ല ഭക്ഷണത്തിൽ താല്പര്യമുള്ളവനും സംഗീതത്തിൽ താല്പര്യം, നൃത്തത്തിൽ പരിജ്ഞാനം എന്നിവയുള്ളവനും ഉയർന്ന മൂക്കോട് കൂടിയവനുമായിരിക്കും. അവൻ നപുംസകങ്ങളുമായി രതിക്രീഡ ചെയ്യുകയും ചെയ്യും. നോക്ക്, ഓൺലൈനിൽ എല്ലാവരും കേട്ടോ? ബാക്കിയുള്ളവരൊക്കെ ഇതൊക്കെ വായിച്ചിട്ട് എന്താ? നിങ്ങള് നാളെ നിങ്ങളുടെ മുന്നിൽ ഒരാൾ വരുമ്പോ ഒരു ആള് വരികയാണ്, അയാളുടെ രാശി മിഥുന ലഗ്നമാണെന്ന് വിചാരിക്കും, മിഥുനൻ രാശിയെ കിട്ടിയത്. നിങ്ങൾ എന്ത് ഫലം പറയും? ഇതൊക്കെ വായിച്ചു കേൾപ്പിക്കുവോ? ഭാര്യയും കൊണ്ട് ഒരു ദിവസം പോയാ ഭാര്യയും കൂടെ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഉറക്ക വായിക്കായിരുന്നാണ്. ഭാര്യയും കൂടെ ആയിട്ട് വരുമ്പോ ഉറക്കം വായിക്കിരുന്നാ മതി. അങ്ങനെയാണോ? വേറെ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഇതിനകത്ത് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവര് ഇതിനു മുമ്പേ ഈ രാശിശീലം പഠിച്ചിട്ടുണ്ടോ? ജ്യോതിഷം കൈകാര്യം മധു സാറ് പഠിച്ചിട്ടുണ്ടോ? സത്യശീലൻ സാറ് പഠിച്ചിട്ടില്ല. കുറെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അന്നും നമുക്ക് അർത്ഥമൊക്കെ ഇതുപോലെ തന്നെയല്ലേ വായിച്ചു തന്നിരുന്നത്? അതെ അതെ അതെ. ഇതിലെ കൂടുതൽ ഒരു ഗഹനമായ പഠനത്തെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് കേട്ടപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു, ഈ ഫലം എവിടെ പറയണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നോ? ഇത് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞതല്ല, മിഥുനൻ രാശിയിൽ ഇപ്പം തന്നിരിക്കുന്ന അർത്ഥം പോലെ ഈ മിഥുനൻ രാശിയിൽ ഇപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാക്കിന്, ആ പുസ്തകത്തിനകത്തെ അർത്ഥങ്ങള് ഇലാബറേറ്റ് ചെയ്ത് ഇതല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, അങ്ങനെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് മാത്രം വായിച്ചു പോകത്തുള്ളൂ. ഇതിന്റെ ഇത് ഇത്രയില്ല, ഒരു കൺസൈസ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് പറഞ്ഞത്. അതെ. അപ്പൊ ഇവിടെ ഈ അർത്ഥങ്ങളൊക്കെ നോക്കുമ്പോൾ പലപ്പോഴും സാമാന്യ യുക്തിയിൽ നമ്മളെല്ലാവരും ചിന്തിക്കും, എന്തുകൊണ്ടായിരിക്കും ആചാര്യന്മാര് ഇങ്ങനെ ഒരു ആഭാസത്തരം, ഇന്നത്തെ കാലത്ത് ഒരു ആഭാസത്തരമാണല്ലോ അതിനകത്ത് പറയുന്ന പലതും, അങ്ങനെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊരു അതിശയോക്തി ഉണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ നോക്കാം, മിഥുനൻ രാശിയുടെ അധിപൻ ആരാ? ബുധൻ. ഈ ബുധൻ ഉച്ഛനാകുന്നത് എവിടെയാ? കന്നി രാശി. നീചം മീനൻ രാശി. മൂലത്രികോണം കന്നി. നോക്കാം, ആദ്യം തന്നെ ഈ മിഥുനൻ രാശിയുടെ രാശി സ്വരൂപത്തെ നമുക്കൊന്ന് പരിശോധിക്കാം അല്ലേ? നിങ്ങള് രാശി സ്വരൂപത്തില് കാണാമല്ലോ അല്ലേ? ഇവിടെ ഇത് എന്താണ്? ഒരു സ്ത്രീയും ഒരു പുരുഷനും. പുരുഷന്റെ കയ്യിൽ എന്താ ഉള്ളേ? സ്ക്രീനിൽ നോക്കിയാൽ മതി. പുരുഷന്റെ കയ്യിൽ എന്താ ഉള്ളേ? ആർക്കെങ്കിലും മനസ്സിലായി? സ്ത്രീയുടെ കയ്യിലോ? അല്ല, ഇന്ന് പറഞ്ഞാൽ ശരിയാ, സ്ത്രീയുടെ കയ്യിലും ഇന്ന് ഗതയാണ് പലയിടത്തും. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് ഈ പുസ്തകത്തിനകത്ത് വീണയേന്തി നിൽക്കുന്ന സ്ത്രീയും
അതേപോലെ തന്നെ ഗതയേന്തി നിൽക്കുന്ന പുരുഷനുമാ. രണ്ടുപേരും എങ്ങനെ നിൽക്കുന്നതെന്ന് കണ്ടോ? തിരിഞ്ഞ് അങ്ങ് opposite. തിരിഞ്ഞുവാ നിൽക്കുന്നത്, ഫേസ് ടു ഫേസ് അല്ല. അപ്പൊ അവിടെ തന്നെ സൗമ്യവതിയായ ഒരു സ്ത്രീയെയും ചണ്ട കൂടി നിൽക്കുന്നു. ആ ഗത ഏന്തി നിൽക്കുവാണോ? എടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്നാൽ സ്ത്രീ എങ്ങനെയാണ്? വീണ ഏന്തി നിൽക്കുകയാണ്. അതായത് ഏന്തി നിൽക്കുന്നത് അത് വായിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ, അല്ലെ? ഉപയോഗിക്കാൻ തയ്യാറായി അതിനെടുത്ത് അങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്, അല്ലെ? അതേസമയം പുരുഷൻ ഗതയെ പ്രയോഗിക്കാൻ തയ്യാറാണോ? അല്ല. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാകേണ്ടത്? ഒരു ഒത്തൊരുമയുണ്ടോ ഇതിനകത്ത്? ഒത്തൊരുമയില്ല. എന്നാൽ ശക്തമായ വൈരമുണ്ടോ? ഇല്ല, അതും ഇല്ല. എന്നാല് തൃപ്തിക്കേടുകളും വൈരം ഉണ്ടല്ലോ, അല്ലേ? അതാണല്ലോ പരസ്പരം തിരിഞ്ഞു നിൽക്കുന്നതിന്റെ ഒരു അർത്ഥം മനസ്സിലാകുക. അപ്പോ ഇതിനകത്ത് ആദ്യമേ പറഞ്ഞിരിക്കുന്നത് സ്ത്രീലോല സുരതോപചാര കുശല ക്ഷാമേക്ഷണ ശാസ്ത്രവിദ്. അപ്പൊ സ്ത്രീലോല എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ സ്ത്രീലോല എന്ന വാക്കിന് അർത്ഥം പറഞ്ഞിരിക്കുന്നത് എന്താ? വായിച്ചേ. സ്ത്രീകളിൽ അമിതമായ ആസക്തി എന്നാ പറയാ. സ്ത്രീ എന്ന വാക്കിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞു തന്നല്ലേ? എവിടെയാ? ശയ്യാസ്ത്രീ സത്മനഷ്ടാർത്ഥ. അതിനകത്തൊരു സ്ത്രീ ഉണ്ടല്ലോ, ഇല്ലേ? ആ നാരി, വനിത. ഇവിടെ മിഥുനൻ രാശിയിലേക്ക് വരുമ്പോ സ്ത്രീ എന്ന് പറയുന്ന വിഷയത്തില് പങ്കാളിയായിരിക്കുന്നവർ അല്ലെങ്കിൽ ബന്ധത്തിൽ നിലനിൽക്കുന്നത് എന്നൊരർത്ഥമുണ്ട്. ബന്ധം നിലനിർത്തിയ സ്ത്രീ, പരിചയം നിലനിർത്തിയ സ്ത്രീയല്ല, ബന്ധം നിലനിർത്തിയത് ബന്ധുജനങ്ങളാവാം, തന്റെ സഹപാഠിയായിരുന്നതോ അല്ലെ തന്നോടൊപ്പം നിന്നിരുന്നതോ ആയ പരിചയക്കാരിയെ അതിനേക്കാളും കൂടുതൽ തലത്തിലേക്ക് എത്തിക്കപ്പെട്ടത്. അതായത് കാമുകിയാകാം, ഭാര്യയായിട്ടുണ്ടാവാം, അമ്മ, പെങ്ങള്. അപ്പൊ ഇവിടുത്തെ സ്ത്രീക്ക് അങ്ങനെ ഒരു പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് ലോല എന്ന വാക്ക്. ഈ സ്ത്രീ എന്ന വാക്കിനകത്ത് നമ്മൾ 7ാം ഭാവത്തിലെ സ്ത്രീയെ കുറിച്ച് പറഞ്ഞിരുന്നു. ശുക്ലശോണിതം എന്നൊരു വാക്ക് പഠിച്ചിരുന്നോ? ഇവിടെ അതിനൊരു പ്രയോഗം ഇല്ല. ആ പ്രയോഗം ഇവിടെ ഇല്ല. എന്നാല് ലോല എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ലോല ഇവിടെ ലോലൻ എന്ന വാക്കാക്കി കളഞ്ഞവരല്ലേ? സ്ത്രീകളിൽ അമിതമായ ആസക്തിയുള്ളവനും. അപ്പോ അതങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. അമിതമായ ആസക്തിയുള്ളവൻ എന്നൊരർത്ഥം നൽകേണ്ടതായിട്ടുണ്ടോ? മിഥുനൻ രാശിക്കാരെല്ലാരും അങ്ങനെയാണോ? ആട്ടെ, മിഥുനൻ രാശിക്കാരുണ്ട് ഇന്നിനിപ്പോ ഇനി ഉണ്ടെങ്കിലും പറയത്തില്ല, അല്ലേ? ആരെങ്കിലും ഉണ്ടോ? ആരും മിണ്ടില്ല. മിഥുന ലഗ്നം അത് ആദ്യം ചോദിക്കണ്ടായിരുന്നു, പറ്റിപ്പോയി. എന്താ ചെയ്യാനാ? പറയാതെ അത് ഈ മിഥുന രാശിയുടെ സ്വഭാവം പറയുമ്പോ പറയാമല്ലോ. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട്. സ്ക്രീനോ? ഇത് കാണുന്നുണ്ട്. സ്ക്രീൻ പോയി സാറേ. ഇപ്പം വന്നാ? ഓക്കെ. അപ്പം ലോല എന്ന വാക്കിനർത്ഥം ശ്രീ ഭഗവതി എന്നാണ്. ഭഗവതി. ലോല എന്ന വാക്കിനർത്ഥം ഭഗവതി എന്നാണ്. അത് മാത്രല്ല, നാവ് എന്നൊരർത്ഥമുണ്ട്. ചഞ്ചല. ദുർബലെന്ന് ഒരർത്ഥമില്ലേ? കേട്ടില്ല. സുന്ദരി. സുന്ദരി. ദുർബല എന്നുള്ള അർത്ഥത്തിലേക്ക് വരട്ടെ. അത് വരാം. അത് ലോലയുടെ അർത്ഥം മാത്രമാണ് ഞാൻ ചോദിച്ചത്. ലോലയ്ക്ക് അങ്ങനെ ഒരു അർത്ഥമില്ലേ? ലോലയ്ക്ക് അങ്ങനെ അർത്ഥമുണ്ടോ? ചഞ്ചല.
ചഞ്ചല എന്ന് പറയുന്നത് അത് തന്നെ ദുർബലയിൽ നടക്കം തന്നെയാണ്. അത് നിൽക്കാന്നു നമ്മൾ ലോലയിൽ നിൽക്കുന്നതേ ഉള്ളൂ. ചഞ്ചല എന്ന് പറയുന്നത് ഒരു ദുർബലാവസ്ഥയെ പൂർണ്ണമായിട്ട് കൊടുക്കാൻ പറ്റുമോ? ചഞ്ചലമായ ആ, ചഞ്ചലമായത് എന്നൊരർത്ഥാണ്. അതൊരിക്കലും ഒരു ദുർബലയല്ല. ആണോ? ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സ്ഥിരത്വമായ അവസ്ഥ ഇല്ലാത്തത്, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തത്, ഒന്നിനും ഉറച്ചു നിൽക്കാത്തത് എന്നൊക്കെ ഒരർത്ഥത്തിൽ എടുത്താൽ പോരെ അതിനെ. ചഞ്ചല മനസ്സ് എന്ന് പറയുമ്പം ബലഹീനാവസ്ഥയെ കുറിച്ച് പറയണോ? വേണോ? കട്ടിയില്ലാത്തത് അല്ലെ, ദൃഢതയില്ലാത്തത്. ഒരു ദുർബല നിമിഷത്തിലെടുത്ത തീരുമാനം എന്നൊക്കെ ചോദിച്ചു പോയതാ. ദുർബല നിമിഷം വേറെ, ചഞ്ചലത വേറെ. ദുർബല നിമിഷം ഒരിക്കലും, ദുർബലത ഉണ്ടായ ഓട്ടോമാറ്റിക്കലി അവരുടെ ചഞ്ചലത ഉണ്ടായിരിക്കും അവരിൽ. ദൗർബല്യമാണ്. ദുർബലതയും ചഞ്ചലതയും രണ്ടല്ലേ? അല്ല, ചെയ്യണം. രണ്ട് വ്യത്യാസമുണ്ട്. വ്യത്യാസം. ആ, ഫലചിന്തയിൽ രണ്ടിനും വ്യത്യസ്തമുണ്ട്. ചഞ്ചലത എന്ന് പറയുന്നത് മനസ്സിന് ബലഹീനാവസ്ഥയും മനസ്സിന്റെ ചഞ്ചലതയും. തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥയാണ് ചഞ്ചല. തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തത്. കഴിയാതെ. എന്നാൽ ദുർബലത എന്ന് പറയുന്നത് അങ്ങനെയാണോ? അല്ല, അവിടെ ഒന്നിനെയും അഭിമുഖീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ബലഹീനതയാണ്. മറ്റേത് അഭിമുഖീകരിക്കാൻ കഴിഞ്ഞേക്കും, ഒരു പക്ഷെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടിയിരിക്കും. മനസ്സിലായി? ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയും. അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് വേറൊരു സീരിയസ് ആയിട്ടുള്ള ഒരു അർത്ഥമില്ല. അപ്പൊ എന്നാലും അപ്പം ചഞ്ചലത എന്ന് പറയും. അപ്പൊ ഇവിടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവ് കുറവുള്ളതാണ് ലോല എന്ന വാക്ക്. അപ്പോ അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ എന്ത് പറ്റും? മന്ദീഭവിക്കപ്പെടും, പൂർത്തീകരിക്കാൻ കഴിയാതെ പോകും. ഡിസിഷൻസ് മേക്കിംഗ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഇവിടെ എന്താ നോക്കുക? സ്ത്രീ ലോല എന്ന വാക്ക്. അടുത്തത് ഭഗവതി, മിന്നൽ. ഇനി സുന്ദരി എന്നൊരർത്ഥമുണ്ട്, സൗന്ദര്യവതി. സുന്ദരി, സൗന്ദര്യം നിറഞ്ഞവൾ. അപ്പൊ നോക്കാം. ഇനിയും സ്ത്രീ ലോല എന്ന അർത്ഥത്തിലേക്ക് വരുമ്പോ തീരുമാനങ്ങൾ, അതായത് സഹായം ആവശ്യമുള്ള സ്ത്രീകളോട് കൂടുതൽ പ്രതിബദ്ധത പുലർത്തുന്നവൻ എന്നൊരർത്ഥം. തന്റെ സഹായങ്ങൾ, തന്റെ കരുതലുകൾ, തന്റെ കെയറുകൾ ഒക്കെ. അപ്പം സ്ത്രീകളിൽ ഒരു മോശപ്പെട്ട വിഷയമാണോ ഇവിടെ പറഞ്ഞേ? പിന്നെ ഇതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എന്തൊരു കാര്യത്തിനായിരിക്കും? സ്ത്രീലോല എന്ന വാക്കിനകത്ത് ഒരിക്കലും ഒരു അർത്ഥവിധാനത്തിലും അമിതമായ ആസക്തി, അമിതമായ താല്പര്യം പറയേണ്ട കാര്യമില്ല. ഇനി അതിന്റെ തൊട്ടടുത്ത വാക്കാണ് ഈ അമിതമായ ആസക്തിയും അല്ലെങ്കിൽ താല്പര്യങ്ങളെയും ഒക്കെ ഉണ്ടാക്കി വെച്ചത്. അതെന്താ നമുക്ക് നോക്കാം. ഇപ്പോ സ്ത്രീലോല എന്ന വാക്കിന്റെ ലഘുവായ അർത്ഥം, ബേസിക്കലി ഇവര് സ്ത്രീകളെ വളരെയേറെ മാനിക്കപ്പെടും, അവരോട് വിധേയരായിരിക്കും. സ്ത്രീലോല എന്ന വാക്കിനർത്ഥം നമ്മൾ വിധേയരായിരിക്കും. സ്ത്രീകളോട് ബഹുമാനവും സ്നേഹവും വിധേയവും കരുണയും കരുതലും ഉണ്ടാകും. ചപലകളായിട്ടുള്ളവരെ, ഇല്ലെങ്കിൽ അവരുടെ ഒരു കരുതലോ കാര്യമോ ആവശ്യമായി. ഇപ്പൊ ദുർബലയായിട്ടുള്ളവരെ ഇപ്പൊ നോക്കൂ, ചഞ്ചലത എന്നാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് അല്ലെ. അവരെ മാത്രമായിരിക്കും അപ്പൊ സഹായിക്കുക? ഉറപ്പായിട്ടും ദുർബലമായ മനസ്സുള്ളവരെയും അല്ലെ ദൗർബല്യാവസ്ഥകളുള്ളവരെയും സഹായിക്കത്തില്ലേ? എന്തുകൊണ്ടാ? അവർക്ക് ഉറപ്പായിട്ടും ദുർബലയാണെങ്കിൽ അവരുടെ തീരുമാനം അവർക്ക് തീരെ കഴിവില്ലാതെ പോകും. ഒരു വിഷയത്തെ അഭിമുഖീകരിക്കാനുള്ള കപ്പാസിറ്റി കുറഞ്ഞിരിക്കും. അങ്ങനെയുള്ളവരെയും സഹായിക്കാൻ ഇവർ തയ്യാറാവത്തില്ലേ? അപ്പോ ഉറപ്പായിട്ടും. അപ്പൊ ചഞ്ചലതയും ദുർബലതയും രണ്ടും രണ്ടാണ്. ചഞ്ചലതയുള്ളവരെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അതിനേക്കാളും താഴെ നിൽക്കുന്ന അവസ്ഥയിലുള്ളവരെയും സഹായിക്കും. ബേസിക്കലി പറഞ്ഞാൽ അഹങ്കാരികളായ സ്ത്രീകളോട് പ്രത്യേകിച്ച് യാതൊരു മമതയും കാര്യങ്ങളും ഉണ്ടാവത്തില്ല. സെൽഫ് ഡെവലപ്ഡ് ആയിട്ടുള്ള, സെൽഫ്
ഏബിൾ ആയിട്ടുള്ള സ്ത്രീകളോടൊന്നും എന്തുണ്ടാവണമെന്നില്ല, ബഹുമാനം ഉണ്ടാവും, ഉറപ്പായിട്ടും ബഹുമാനം ഉണ്ടാവും. സ്ത്രീകളിൽ ബഹുമാനം എന്ന് പറയുന്ന കാര്യം ഈ വ്യക്തികൾക്ക് ഉണ്ട്. അത് അവര് കരുതലും കാര്യങ്ങളും അവർക്ക് ഇഷ്ടപ്പെടുന്ന തലത്തിൽ അവർ ചെയ്യുകയും ചെയ്യും. ഇപ്പോ സ്ത്രീകളോട് പൊതുവേ കരുതലാണ്, അത് ഇതിനകത്ത് കൺസിഡർ ചെയ്യുക. എന്നാൽ ഇവരോട് അഹങ്കാരപരമായിട്ട് പെരുമാറുന്ന സ്ത്രീകളെ പുല്ല് വില കൊടുക്കത്തില്ല, തിരിഞ്ഞു നോക്കത്തില്ല. അതാണ് ഇവിടെ എടുക്കേണ്ടത്. മനസ്സിലായോ? ഓൺലൈൻ മനസ്സിലായി. ആരെങ്കിലും സെന്റൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ആവശ്യമുള്ള സ്ത്രീകളോട് കേട്ടില്ല. സാർ ആദ്യം ഒരു സെന്റൻസ് പറഞ്ഞില്ലേ, സഹായങ്ങൾ ആവശ്യമുള്ള സ്ത്രീകളോട് ഇവര് കരുതലോടുകൂടും, കരുതലുണ്ടാവും, കരുണയുണ്ടാകും, സഹായം ചെയ്യും, കാരുണ്യമുണ്ടാകും, ബഹുമാനവും ഉണ്ടാകും, സ്നേഹം. ഇവർക്ക് കുടുംബത്തിനോടും ഭയങ്കരമായ ഒരു സ്നേഹം ഉണ്ടായിരിക്കുമല്ലോ, അമ്മയോടും സഹോദരിയോടും ഭാര്യയോടും ഒക്കെ ഒരു പ്രത്യേക കെയർ ഉണ്ടായിരിക്കുമല്ലോ ഈ നക്ഷത്രക്കാർക്ക്. നക്ഷത്രക്കാരെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എവിടെയെങ്കിലും നക്ഷത്രക്കാരൻ ഞാൻ പറഞ്ഞു ഇവിടെ? ഇടയ്ക്കിടയ്ക്ക് സ്വന്തം കാര്യം എടുത്തിടും. ഇല്ല, ഞാനല്ല, ഈ രാശിയിലുള്ളവർക്ക് ചോദിച്ചതാ. മിഥുനൻ രാശിയിൽ ലഗ്നമായവരുടെ കാര്യമാണ്. മിഥുനൻ രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നവർക്ക് ഈ ക്വാളിറ്റി ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ സമ്മതിക്കപ്പെടാൻ കഴിയുകയില്ല. ഇങ്ങനെ ഇത് വന്നുകൊണ്ട് ഞാൻ സാറിനോട് ചോദിക്കാം, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലല്ലേ? ചന്ദ്രൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പാടില്ല. അത് വേറെ. ലഗ്നം എന്ന് പറഞ്ഞ സൂര്യന്റെ ഇതല്ലേ? ഏതാ കേട്ടില്ല. സാറിപ്പോ രാശിയുടെ പറഞ്ഞു, രാശി ലഗ്നം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്നാം ഭാവം മിഥുനൻ രാശി എന്ന് അദ്ദേഹം ചോദിക്കുന്നത് ലഗ്നം ആയിട്ട് വരുന്ന സൂര്യനെ ബന്ധപ്പെടുത്തിയ ലഗ്നം വരുന്നത്. അതെങ്ങനെ സൂര്യനെ ബന്ധം? നിങ്ങൾ എവിടെ എന്താ പഠിക്കുന്നത്? ലഗ്നം വരുന്നതിനകത്ത് സൂര്യൻ എങ്ങനെയാ ബന്ധം വരുന്നത്? പഠിച്ച് കീഴോട്ട് പോവാണോ? അല്ല, ഈ ജനന സമയത്ത് സൂര്യൻ അഭിമുഖമായി നിൽക്കുന്ന രാശി ലഗ്നം എന്നൊരു ഒരു പ്രമാണം പറയുന്നുണ്ടല്ലോ. സൂര്യൻ അഭിമുഖമായി നിൽക്കുന്ന രാശിയല്ല, അത് തെറ്റാണ്. എന്നാൽ വേറൊരു വിധത്തിൽ അങ്ങനെ പറഞ്ഞ് തെറ്റാണെന്നല്ല, അങ്ങനെ പറഞ്ഞു കഴിയുമ്പോ പലരും സൂര്യൻ നിൽക്കുന്ന രാശിയുടെ നേരെ വരുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോ ഒരൊറ്റ 7-ാം രാശി മാത്രമായിട്ട് ചിന്തിച്ചു പോകും ആൾക്കാര്. കിഴക്കേ ചക്രവാളത്തിൽ നിൽക്കുന്ന രാശി കിഴക്ക്, അങ്ങനെയാണ് പരിഗണിക്കുക. സൂര്യൻ എവിടെ നിൽക്കുന്നതോ അത് കിഴക്കാണ്. അതുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ പക്ഷെ പലരും രാശിചക്രത്തിൽ ഇതിനെ കൊണ്ടുവന്നിട്ട് തെറ്റിദ്ധരിക്കും. അപ്പം ലഗ്നം ഉദയരാശി അല്ലെങ്കിൽ ജനിക്കുമ്പോൾ ലഗ്നമായിട്ട് കിട്ടുന്ന രാശി മിഥുനമായാൽ ആ മിഥുനത്തിന്റെ ഫലമാണ് പറയുന്നത്. മിഥുനൻ രാശിയുടെ സ്വഭാവം മൊത്തത്തിൽ പറയുകയാണ് ഇവിടെ. അത് ലഗ്നമായാൽ അവരിലേക്ക് കൂടുതൽ എത്തും. അത് ഇനിയും ഭാവങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ മാറ്റാം. അത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് പിന്നെ പഠിക്കാം. അപ്പൊ ലഗ്നഭാവത്തിൽ വരുമ്പോഴാണ് ഇതിനെ എങ്ങനെ പരിഗണിക്കുക. അപ്പൊ സ്ത്രീകളിൽ നല്ല രീതിയിലുള്ള ബഹുമാനവും കാരുണ്യവും സഹായവും ഒക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കും സ്ത്രീകളോട്. അടുത്ത വാക്കാണ് സുരതോപചാര കുശല. സുരതോപചാര ഈ ഒരു വാക്കിനാണ് സ്ത്രീലോല എന്ന വാക്കും കൂടി ചേർത്ത് ശ്രീലോല സുരതോപചാര കുശല എന്ന് പറഞ്ഞ വാക്കിലേക്ക് വന്നു. സ്ത്രീകളിൽ അമിതമായ ആസക്തിയുള്ളവനും കാമക്രീഡകളിൽ നൈപുണ്യം ഉള്ളവനും. അയ്യോടാ, കോമ്പറ്റീഷനാണ്. കാമക്രീഡകളിൽ നൈപുണ്യം കണ്ടെത്തിയിട്ടെ നാളെ അതിന്റെ കോമ്പറ്റീഷൻ ആക്ടിവിറ്റിക്ക് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അയക്കാൻ വേണ്ടിട്ടാ. അല്ലേ? ഇത് പ്രമാണമൊക്കെ അതിന് ഒരു അർത്ഥം
വ്യാഖ്യാനിക്കുമ്പോൾ കുറച്ച് ഊർജ്ജമായ സഭ്യമായ രീതിയിലാവാം. ഈ മിഥുനൻ രാശിയിലുള്ള ആള് ഫുള്ള് കാമക്രീഡകൾ കൊണ്ട് കോളം തോണ്ടിയിരിക്കുന്ന ആ ഒരു രാശിക്കാരെ മൊത്തം അടിച്ചാക്ഷേപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലേ? നമുക്ക് ഈ ഒരു ഫലം പറഞ്ഞാല് 97 തെറ്റത്തില്ലയോ? തെറ്റത്തില്ലേ? ഒരു തട്ട് തെറ്റൊന്നും മാത്രമല്ല, പിന്നെ തെറ്റ് പറയാൻ ചിലപ്പോ അവന്മാര് വെച്ചേക്കണമൊന്നുമില്ല. ഇതൊന്നുമല്ല. ഏറ്റവും ലാസ്റ്റ് വായിച്ചു ക്ലീബൈർ രതി എന്നും പറഞ്ഞൊരു സാധനം. അല്ല, ഇത് കേൾക്കാൻ വേണ്ടിട്ടേ അവരെന്ത് ബഹുമാനത്തോടു കൂടിയായിരിക്കും വന്നത്. അതെ, ബഹുമാനത്തോടു കൂടിയൊക്കെ വന്നിരുന്നു. ഇതങ്ങോട്ട് വായിച്ച് കേട്ട് കഴിയുമ്പോഴത്തേന് കർണക്കുറ്റിക്ക് ചെവുകല് അടിയും കൊടുത്തേച്ച് പോകേണ്ടി വരും. അപ്പൊ എന്തോ ആയിക്കോട്ടെ. അപ്പൊ സുരത എന്ന് പറയും. സു എന്ന വാക്കിന് അർത്ഥം എന്താ? നല്ലത്. സു നല്ലത്. നല്ലത്. സുഷാവ് ഐശ്വര്യം ഉണ്ടാകുന്നത്. ഐശ്വര്യം. മൊത്തത്തിലുള്ള സുഖം മാത്രം ആണ് ഐശ്വര്യം. ഐശ്വര്യം ഉണ്ടാകുന്നത്. പ്രസവിക്കുക. ഗമിക്കുക. 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 അവിടെ പറയാം, എനിക്ക് റേഞ്ച് പോയിട്ട് മൊത്തം പോയായിരുന്നു. ഗമിക്കുക. സു എന്ന വാക്കിനർത്ഥം പ്രസവിക്കുക, ഐശ്വര്യം ഉണ്ടാവുക, സുഷാവ്, ഗമിക്കുക. എന്തോ കേട്ടിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്താണെന്നുള്ളത് സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടില്ല. സുഷാവ്, ഗമിക്കുക, പ്രസവിക്കുക. അർത്ഥം അറിയില്ല, നോക്കിയിട്ടില്ല. ഡിക്ഷണറി ഒരെണ്ണം മേടിക്കും, നല്ലതാ. സുഷാവ് എന്താന്ന് നോക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. സു എന്ന വാക്ക് എഴുതിയ പൂജ, അതിശയം. പൂജ, അതിശയം. പൂജ, അതിശയം. നല്ലതുപോലെ. നല്ലതുപോലെ. സുഷാവ് എന്നൊരു വാക്കിന്റെ അർത്ഥം പ്രത്യേകിച്ച് ഇതിനകത്ത് പറയുന്നില്ലെങ്കിലും സുഷ അതെന്താന്ന് നോക്കേണ്ടി വരും. എന്തായാലും കാണും. സുഷ എന്ന വാക്കിന് കരിഞ്ചീര, പാവൽ എന്നൊക്കെ പറയുകയാണ്. നമ്മള് പോയിന്റില് കാര്യമില്ല. ഇപ്പൊ എന്തായാലും നമുക്ക് അതിൽ കാര്യമില്ല. ഇവിടെ എന്താ എഴുതിയത്? നല്ലതുപോലെ. വിഭക്തി അല്ല, ഭംഗിയുള്ള. ഭംഗിയുള്ളത്. നല്ലതുപോലെ. നല്ലതുപോലെ. നല്ലതുപോലെ ഭംഗിയുള്ളത്. അല്ലല്ല, രണ്ടും രണ്ടാ. ഭംഗിയുള്ളത്. ഭംഗിയുള്ളത്. ഇപ്പം വിശേഷമായത് അല്ലെങ്കിൽ പ്രത്യേകമായത്. അവിടെ നിന്ന് മ്യൂട്ടാക്കിയേക്കണേ എല്ലാവരും. ആവശ്യമുള്ളവർ അന്നേരം മാറ്റി. മനോഹരമായി. അതിമനോഹരമായി. വേണം. പറ്റോ? അപ്പൊ സു എന്ന വാക്ക് കിട്ടിയില്ലേ? അടുത്തെന്താ ഇനിയും? രഥം. സുരഥം എന്നൊരു വാക്കും കൂടിയുണ്ട്. സു മാത്രമാണ് നമ്മളിപ്പോ എഴുതിയത്. ഇനി സുരഥം എന്നൊരു വാക്കുണ്ട്. സുരഥം എന്തായിരിക്കും? സുരഥം എന്നുള്ളതിന്റെ അർത്ഥം എന്തായിരിക്കും? കാമക്രീഡ. കാമക്രീഡ എന്നതിനൊരർത്ഥമുണ്ട്. എന്നാലും ശരിക്കും കാമക്രീഡ അല്ല. അല്ല. സു എന്ന വാക്കിനകത്ത് വളരെ മനോഹരമായത്, വിശേഷമായത്, ഭംഗിയുള്ളത് എന്നൊക്കെയാണ്. രഥം എന്ന രതി എന്താണെന്നറിയാവല്ലോ? രതി. രതി എന്ന വാക്കിനർത്ഥം അറിയാവോ?
താല്പര്യം. കേട്ടില്ല. താല്പര്യം. താല്പര്യം അല്ല, ഇത് ഇത് തന്നെയാണത്. ലൈംഗിക പരമായിട്ട് അത് താല്പര്യം എന്നുള്ളതല്ല, അത് ക്രീഡയാണ്. രതി എന്ന് പറഞ്ഞാൽ ലൈംഗികത എന്ന് തന്നെയാണ് അർത്ഥം. ഇത് ക്രീഡ. അങ്ങനെയെങ്കിൽ രഥം എന്തായിരിക്കും? അത് തന്നെയല്ലേ? അല്ല, നോക്കൂ, രതിയിലൂടെ ഒരാള് എന്താണ് ചെയ്യുന്നത്, അനുഭവിക്കുന്നത്? ഒരാളെ എന്താണ്? ആനന്ദം അല്ലെ? അപ്പൊ സുരതം എന്ന വാക്കിനർത്ഥം വലിയ ആനന്ദം എന്നാണ്. എഴുതിക്കോളൂ, സുരതം എന്ന വാക്കിനർത്ഥം വലിയ ആനന്ദം, സംഭോഗം, മൈഥുനം, ഏറ്റവും നല്ല അല്ലെ ഏറ്റവും ദയാലു, ഏറ്റവും ദയാലു, ക്രീഡായുക്തം, യുക്തം യുക്തം, ഏറ്റവും താല്പര്യമുള്ളത്. അതാണ് സുരതം. ഇനി സുരതായോ? സുരത, രാക്ഷസീയത, രസുരത. രത എന്തായിരിക്കും? സുരഥ, വലിയ ആനന്ദത്തിന് വേണ്ടി ചെയ്യുന്നത്. അനുരുക്ത, അനുരുക്ത, അസ്പരസ് എന്ന് കേട്ടിട്ടുണ്ടോ? അപ്സരസ്, അപ്സരസ്, അപ്സരസ്. എന്താ ഒരു അപ്സരസ്? രാക്ഷസ ഉണ്ടല്ലോ സാർ ഈ പേര്, സുരത. അത് രാക്ഷസിയുടെ പേരല്ലേ? ആ, അതിന്റെ സുരധായുണ്ട്. ഇത് വെറും തായല്ലേ? അനുരുക്ത. പിന്നെ അത് രുക്തയാണ്. അനുരുക്ത. അനുരുക്ത. ഇവിടെ അനുരുക്ത, ഒരു അപ്സരസ്, അപ്സരസിനെ പോലിരിക്കുന്നു അല്ലേ? ഒരു അപ്സരസ് എന്നാണോ? അപ്സരസ് എന്നാണോ? ഒരു അപ്സരസ്. അപ്സരസ് അല്ല, ഒന്ന് ഒന്ന്. അത് സാറേ നേരത്തെ തൊട്ടേ വേറെന്തോ അർത്ഥം കിടക്കുന്നത് കൊണ്ടല്ലേ ഒരു എപ്പോഴും എവിടെയും ഞാൻ പറയുന്നുണ്ടാവും, ഒരു എന്ന വാക്ക് ചേർത്തൊരു പദാർത്ഥം കിട്ടുന്നുണ്ടെങ്കിൽ അതിനവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഒരു തരം, ഒരു ഇനം, ഒരു പ്രത്യേകത അവിടെ. അപ്പൊ ആ വാക്കിനകത്താണ് ഒരു കാര്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ അപ്സരസ് എന്ന് പറഞ്ഞാൽ മതി. സാധാരണ അപ്സരസിനെ പോലെ. ഇതങ്ങനെയല്ല, വളരെ വിശേഷമായിട്ട് അനുരുക്ത എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അനുരുക്ത എന്ന് പറയുമ്പോ എന്താ? ആഗ്രഹിച്ച് മോഹിച്ച് ഇരിക്കുന്നവൾ എന്നൊരർത്ഥല്ലേ? അല്ലേ? എഴുതിയോ? അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് സുരത വിശേഷമായ അല്ലെങ്കിൽ വളരെ മനോഹരമായി ആസ്വദിക്കുന്നത് അല്ലേ? ആണല്ലോ. അമിതമായ എന്നാന്ന് ഇവിടെ പറഞ്ഞേ ആദ്യമേ? വലിയ ആനന്ദം. വലിയ ആനന്ദം. ഈ ആനന്ദവും സന്തോഷവും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കവർ ചെയ്തു പോയതല്ലേ? അല്ലേ? അപ്പോ വലിയ ആനന്ദം ഇവിടെ സുരതോപചാര എന്ന, അടുത്തത് സുരത മാത്രമായപ്പോഴത്തേനാണ് നമുക്ക് വലിയ ആനന്ദം ഒക്കെ വന്നു ചേർന്നിട്ടുള്ളത്. ഈ സുരതത്തിനകത്തല്ലേ സാർ വലിയ ആനന്ദം എന്ന് പറഞ്ഞ്? അതെ, സുരത ആ വാക്ക് ഞാൻ ഇവിടെ പറഞ്ഞത്. അതിനകത്ത് നമ്മൾ ഇപ്പൊ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളെല്ലാം അവിടെ ആപ്ലിക്കബിൾ ആണ്. അതിനകത്ത് സംഭോഗവും ആപ്ലിക്കബിൾ ആണ്, മൈഥുനം ആപ്ലിക്കബിൾ ആണ്. ഇതൊന്നും മാറ്റാനുള്ളതല്ല. എന്നാൽ ഈ വാക്കുകളെ ഓരോന്നോരോന്നായിട്ട് അർത്ഥം കൊടുക്കുമ്പോഴാണ് ഇതിനകത്തെ പ്രശ്നങ്ങൾ വന്നത്. ഇതിനെ കൂട്ടിയിണക്കെ കൊണ്ടുവരുമ്പോൾ ഇപ്പം സ്ത്രീലോല എന്ന വാക്ക് കേട്ടപ്പോഴത്തേന് തന്നെ സ്ത്രീകളോട് അമിതമായ താല്പര്യം കൊണ്ടുവന്ന് വെച്ചേച്ചപ്പോ അവിടെ ഭോഗസക്തങ്ങളായ കാര്യങ്ങളോട് താല്പര്യമുള്ള ആളായിട്ട് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്ത് എഴുതിയ പുസ്തകമാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എന്നാൽ
സ്ത്രീലോലയുടെ ആദ്യം ശരിയായിട്ടുള്ള അർത്ഥം എന്താ? സ്ത്രീകളോട് എങ്ങനെയുള്ള ആളായിരിക്കും? ബഹുമാനവും കരുണയും സ്നേഹവും കരുതലും ഒക്കെ ഉള്ള ആളായിരിക്കും. അങ്ങനെയുള്ള ഒരാള് പറയുകയാണ് ഈ വ്യക്തി സുരത ഉപചാര. അപ്പൊ ഈ കാര്യങ്ങൾ സുരതം, അതായത് വളരെയേറെ അദ്ദേഹം ആനന്ദിക്കുന്നുണ്ടാവും അല്ലെ? എന്തിനാണ് സ്ത്രീകളെ ആനന്ദിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് അവിടെ പറഞ്ഞ കാര്യം എന്താണ്? അവൻ ബഹുമാനിക്കുന്നതിലും അവൻ കരുണ കാണിക്കുന്നതിലും അവരെ സഹായിക്കുന്നതിലും അവരുടെ കൂടെ ചിലവഴിക്കുന്നതിലും, അതിനകത്ത് മൈഥുനത്തിന് പോയാലും അത് തന്നെയാണ്. മൈഥുനവും ഒഴിവാക്കാൻ പറ്റുന്നതല്ല. അതിനായാലും അത് അവരാനന്ദിക്കും, ആസ്വദിക്കും. മനസ്സിലാവുന്നുണ്ടോ? സുരത ഉപചാര കുശല എന്നാ പറഞ്ഞേക്കുന്ന അടുത്തത്. ഉപചാരം. സാറേ ഒരു സംശയം. ആ ഇത് നേരെ തിരിച്ച് സ്ത്രീകൾ ഈ രാശിയിലുള്ളവരാണെങ്കിലോ? തിരിച്ചു വരും. ഓക്കെ ഓക്കെ. അത് നമുക്ക് പുറകിലേക്ക് വരുമ്പോ പറയാം. ഇടവൻ രാശിക്ക് ക്വാളിറ്റി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മിഥുനൻ രാശിയിലെ പുരുഷഗണങ്ങൾക്കാണ് സ്ത്രീകളോട് അമിതമായ താല്പര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏത് വിധത്തിലുള്ള താല്പര്യമാണെന്ന് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലെ? നല്ല വിധത്തിലുള്ളത്, അങ്ങനെ തന്നെ എടുക്കാം. എന്നാൽ ഈ മിഥുനൻ രാശിയിൽ സ്ത്രീ ജനിച്ചു, അവര് അയ്യോ ലോലന്മാരായ പുരുഷന്മാരെ സഹായിക്കാൻ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അവരുടെ ക്വാളിറ്റിയിൽ അത് ഉണ്ടാവും. അപ്പൊ എന്തായി? അടുത്ത ഉപചാരത്ത ഉപചാര കുശല എന്ന് പറഞ്ഞു. ഉപചാര കുശല എന്തായി? ഉപചാരം സമ്മാനങ്ങൾ പോലെ. ഉപചാരം കൊടുക്കുന്ന എന്താ? ഒരാളെ എന്ത് ചെയ്യാണ്? ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ്, അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുകയാണ് അല്ലെ? അംഗീകാരം കൊടുക്കുന്നു, അല്ലെ ട്രീറ്റ് ചെയ്യുന്നു, അവരെ ആ വിധത്തിൽ ചെയ്യുന്നതിലൂടെ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി കൃത്യമായി പറഞ്ഞാൽ മറ്റുള്ളവരെ, വിശേഷിച്ച് സ്ത്രീകളെ ആദരിക്കുന്നതിലും അംഗീകരിക്കുന്നതിലും ബഹുമാനിക്കുന്നതിലും കരുണ കാണിക്കുന്നതിലും തന്റെ മുന്നിൽ വരുന്നവർ, സ്ത്രീ എന്ന് പറയുന്നത് 7ാം ഭാവം എന്നൊരർത്ഥത്തിനകത്തെ വാക്കിന്റെ അർത്ഥം കൂടെ അല്ലേ? അതിനർത്ഥം 7ാം ഭാവത്തിൽ തന്റെ മുന്നിൽ വരുന്ന മറ്റുള്ളവരെല്ലാം എന്നൊരർത്ഥം കൂടിയുണ്ടോ? ഉണ്ടല്ലോ. അതാണ്. അവ സ്ത്രീകളോട് മാത്രമാണോ ഇവിടുത്തെ പ്രത്യേകത? സ്ത്രീ എന്ന വാക്കിനർത്ഥം 7ാം ഭാവം എന്നൊരർത്ഥം കൂടി ഉണ്ട്. ജ്യോതിഷത്തിൽ 7ാം ഭാവത്തെ സ്ത്രീ എന്ന വാക്കുകൊണ്ട് ചിന്തിക്കണം. ആയതിനാൽ തന്റെ മുന്നിൽ വരുന്ന എല്ലാ അതിഥികളെയും, നമുക്ക് അങ്ങനെ വിളിക്കുന്നതല്ലേ നല്ലത്, തന്നിലേക്ക് എത്തുന്ന അതിഥികൾ അങ്ങനെ വിശേഷിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അവരെ എല്ലാരെയും വളരെ ഉപചാരപൂർവം എന്ത് ചെയ്യും? ബഹുമാനിച്ച് ആദരിച്ച് ട്രീറ്റ് ചെയ്ത്. പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരികയാണ്, അവരെ വളരെ മനോഹരമായ രീതിയിൽ എന്ത് ചെയ്യും? അവരെ ട്രീറ്റ് ചെയ്യും, പരിഗണിക്കും. അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന അത് ഇവർക്കൊരാനന്ദമാണ്. നമ്മൾ വേണമെങ്കിൽ പറയും ഗമ കാണിക്കാൻ ചെയ്യുന്ന ചില പ്രവൃത്തികൾ എന്നൊക്കെ പറയില്ലേ? പറയില്ലേ? അപ്പൊ ഞാൻ ഇന്നങ്ങോട്ട് വരുന്നുണ്ട്, എനിക്ക് ഇന്ന് ഇപ്പൊ ഞാനിപ്പം വെറുതെ പറയാം, മിഥുനൻ രാശിക്കാരെല്ലാം ഉണ്ടെങ്കിൽ കേട്ടോ, ഞാനിപ്പോ 6 വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓ സാറേ വന്നാട്ടെ, വീട്ടിൽ കെട്ടിയോളും കൂടി പറയും, ഈ സാറ് വരുന്നുണ്ട്, ചോറിന് വല്ല ഇരിപ്പുണ്ടോ, അല്ലേ സാറിന് എന്തോ കൊടുക്കുന്നത്? അപ്പോ ആര് പറയാം, നമുക്ക് ഇച്ചിരി കഞ്ഞി വെച്ച് മുളക് പൊടിച്ച് അച്ചാറൊക്കെ കൂട്ടുമെന്ന് ചോദ്യം. അപ്പൊ അത് ശരിയാവില്ല. അല്ല കൂട്ടും ചോദ്യം വിളിക്കും, സാറേ കഞ്ഞിയും ഒക്കെ എടുക്കുന്ന സാറിന് എങ്ങനെ? ആ കഞ്ഞിയൊക്കെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ശരി എടി, സാറ് കഞ്ഞിയൊക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഓക്കെ കഞ്ഞി റെഡിയാക്കും. ഇദ്ദേഹം പോയിട്ട് അവരോടും പറയാതെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അപ്പുറത്ത് വെജിറ്റബിൾ ബിരിയാണി കടയിൽ നിന്ന് മേടിച്ച് വെച്ചിട്ടുണ്ടാവും. സാറേ കഞ്ഞി മാത്രമല്ല കേട്ടോ, ഇച്ചിരി ബിരിയാണിയും കൂടി ഉണ്ട്. അതായത് തന്റെ അതിഥികൾക്ക് കുറവുണ്ടാകുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. തന്റെ അതിഥികൾക്ക് കുറവുണ്ടാക്കുന്നത് ഇഷ്ടമല്ല, അവരെ മാക്സിമം ട്രീറ്റ് ചെയ്യും. അതാണ് സുരതോപചാര എന്ന വാക്കുകൊണ്ട് പരിഗണിക്കേണ്ടത്. ഇത് ഒരു ഫാമിലി പ്രശ്നം, അതായത് ഒരു കുടുംബ ജീവിതത്തിന്റെ കാര്യങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ മിഥുനൻ രാശി കിട്ടുകയാണെങ്കിൽ അവരുടെ സുരതോപചാരം എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള അവരുടെ കുടുംബപരമായിട്ടുള്ള പേഴ്സണൽ ലൈഫിലെ ബന്ധങ്ങൾ നന്നാവുമോ നന്നാവത്തില്ലയോ?
പ്രശ്നമായിട്ട് വരുന്നതാണ് അവിടെ. അത് നന്നാവോ നന്നാവത്തില്ലയോ നോക്കൂ, നന്നാവോ നന്നാവത്തില്ലയോ എന്നാണ് ചോദ്യം. അത് ഈ ഭാവത്തിൽ നോക്കിയിട്ട് പറയാം. ഇപ്പൊ ഇത് 8ാം ഭാവമായിട്ട് വന്നാൽ, മോശപ്പെട്ട ഒരു ഭാവമായിട്ട് വന്നാൽ 3, 6, 8, 12 ഭാവമായി മിഥുന രാശി. അപ്പം ലൈംഗിക വീഴ്ചകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട രാശി ഒരു അനിഷ്ട ഭാവമായിട്ട് പോയാൽ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ? യെസ്, മനസ്സിലായോ? അല്ലെങ്കിൽ വിവാഹ ജീവിത സ്ഥാനമാണത്. അങ്ങനെ എടുക്കുക. 7ാം ഭാവമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ അധിപൻ നിൽക്കുന്നത് മോശപ്പെട്ടു പോയെങ്കിൽ ഇത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ അത്ര സുഖകരമല്ല എന്ന് പറയേണ്ടി വരും. മനസ്സിലായോ? അർത്ഥങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ. അപ്പം മിഥുനം രാശിയിൽ ജനിച്ചവർ ഇതില് നല്ലതെന്ന് പറയുന്ന എല്ലാം ചീത്തയായി പോകത്തില്ല സാറേ? എങ്ങനെ ഇപ്പൊ മോശപ്പെട്ട് പോകുമ്പോഴത്തേക്ക് ഇതില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മോശപ്പെട്ടു പോകുന്ന വെച്ചാൽ ഇപ്പൊ നോക്കണം, ബഹുമാനം ഉള്ളിടത്ത് തന്നെ അല്ലേ ബഹുമാനം ഇല്ലാതാവുന്നത്. നല്ല സാധനങ്ങളായാൽ ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ള ഗ്രഹം മോശപ്പെട്ടു പോയാൽ അതൊക്കെ മോശമായില്ലേ? എന്നാലും ഈ ക്വാളിറ്റി അവരിൽ ഉണ്ടാവും. ഇൻബോൺ ആണത്. പക്ഷെ അത് ഇവരിൽ പ്രകടമാകത്തില്ല. ഉണ്ടാവും അതൊരു പരിധി വരെ. അവ സ്ത്രീലോല സുരതോപചാര ഉപചാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഉപചരിച്ചാചരിക്കുക, ആചരണം കൂടിയുണ്ട്. അതായത് മിഥുനം രാശിക്കാരുടെ ഒരു സിസ്റ്റം ഓഫ് ആക്ടിവിറ്റി, അവര് ഒരു സിസ്റ്റത്തിൽ നിന്ന് ആചരണങ്ങളെ അനുഷ്ഠിക്കാനും തൽപരരായിരിക്കും. അത് ഹൈന്ദവാചാരമാകാം, ക്രൈസ്തവമാകാം, ഇസ്ലാമികമാകാം, ഏതാണോ അവരുടെ എന്താണ് ആചരണങ്ങളെ അനുഷ്ഠിക്കാൻ കൂടുതൽ താല്പര്യമുള്ള അവരവരുടേതായ ഒരു സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്ത് അല്ലെ അതിനെ ഫോളോ ചെയ്യുന്നവരായിരിക്കും. അത് നല്ലതായാലും മോശമായാലും കണ്ടുകൂടി ഒരു ആചരണമാക്കാൻ പറ്റുമല്ലോ വേണമെങ്കിൽ, വെറുതെ ഓരോരുത്തരുടെ അവസ്ഥകൾക്കനുസരിച്ച്. ഇനി വേറെ അടുത്തത് സുരതോപചാര. അപ്പൊ മനസ്സിലായോ? ഇനി കുശല. എന്താണ് കുശല? എന്താ വാക്കിന്റെ അർത്ഥം? കുശലത എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? നല്ല കൂർമ്മ ബുദ്ധിയുള്ളവനും കൂടി എടുക്കല്ലോ, അല്ലെ? ഉരുട്ട ബുദ്ധി ഉണ്ടാവും. സാമർഥ്യം അല്ലേ? സാമർഥ്യം എന്നുണ്ട്. നല്ല സമർത്ഥനായിരിക്കും, അല്ലെ? മിടുക്കനായിരിക്കും, അല്ലെ? മിടുക്കിയായിരിക്കും. മിടുക്കനോ മിടുക്കിയോ ഒക്കെ ആകുന്നില്ലേ? മനസ്സിലായോ? കൗശലക്കാരൻ. യെസ്, അതാണ് കൗശലതയുണ്ട്. നല്ല കുശാഗ്ര ബുദ്ധിയുള്ള വ്യക്തിയാണ്. തന്റെ മുന്നിൽ വരുന്നവൻ എന്തിനു വേണ്ടി തന്നെ സമീപിക്കുന്നു എന്ന് ഊഹിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവൻ, നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവൻ എന്നൊരർത്ഥമാണ് അവിടെ നൽകേണ്ടത്. തൊട്ടടുത്ത വാക്കുകളിൽ നമുക്കത് വ്യക്തമാവും. സുരതോപചാര കുശല ക്ഷാമേക്ഷണ. ഇവിടെ ക്ഷാമം എന്താ? കറുത്തത്. മേക്ഷണ, ഇവിടെ കറുത്ത കണ്ണുകളോടുകൂടിയവൻ. മനസ്സിലായോ? എന്താ ഈ കറുത്ത കണ്ണിന് എന്താ പ്രത്യേകത? നിങ്ങൾ ഈ കറുത്ത കണ്ണെങ്ങനെ കണ്ടുപിടിക്കുക? കറുത്ത കണ്ണിന് എന്താ ഇവിടെ പ്രത്യേകത? കളർ പറഞ്ഞു. ഒന്നുമല്ല. പ്രകാശങ്ങളെ കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നത് ഒന്നുമല്ല. കണ്ണെന്തിനുള്ളതാണ്? നിങ്ങളെ ഇവിടെ എന്തെങ്കിലുമൊക്കെ അവയവം പറയുമ്പോൾ നിങ്ങൾ എന്ത് വേണം? ജ്യോതിഷത്തിൽ ശരീരത്തിന്റെയോ ഒരു പ്രോഡക്റ്റോ ഒരു ഡിവൈസിനെ കുറിച്ചോ ഒരു വസ്തുവിനെ കുറിച്ചോ പറഞ്ഞു പോകുന്നുവെങ്കിൽ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് നോക്കി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടി. കറുത്ത കണ്ണുകൾ, ഇപ്പം പച്ച കണ്ണും കണ്ടിരിക്കുന്നു. ഈ കണ്ണിന് ഈ കളറിനകത്ത് വ്യത്യാസം വന്നാൽ എന്ത് പ്രത്യേകതയാണോ ഉള്ളത്? എന്ത് വ്യത്യാസം ഉള്ളത്? അപ്പൊ എന്റെ കണ്ണിപ്പോ എന്ത് കളറാണെന്ന് പറയും? വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എന്റെ കണ്ണ് എന്ത് കളറാണ്? ദൂരത്തിൽ കറുപ്പും വെളുപ്പും.
തന്നെ ഈ പൂച്ചക്കണ്ണ് പോലെ. അത് കൃഷ്ണമണിയുടെ കാര്യമല്ലേ പറയുന്നത്. അതല്ലേ ശരി. ആ അങ്ങനെ എത്ര പേര്, ഏറ്റവും കൂടുതൽ അങ്ങനെ ആണെങ്കിൽ മിഥുനൻ രാശിക്കാരല്ലേ ഈ ലോകത്തുള്ളൂ. കറുത്ത കണ്ണുകാരാണ്. ആ പൂച്ചക്കണ്ണ കണ്ണ് പോലെ കണ്ണുണ്ട്, കളർ വ്യത്യാസമാണ്. ഇതിനകത്ത് തന്നെ കറുപ്പിനകത്ത് തന്നെ ബ്രൗൺ ആയിട്ടുണ്ട്. ആ അത് തന്നെ. ഇപ്പൊ ഇതൊന്നും അല്ല, കണ്ണ് കാണാനുള്ളതാണ്. കറുത്ത കണ്ണെന്ന് പറയുമ്പോൾ ഇരുട്ടിനകത്ത് നിന്നുമുള്ള കാര്യങ്ങളെയും കാണാനുള്ള കഴിവ്. അത് തൊട്ട് മുമ്പ് പറഞ്ഞു, വരുന്നവൻ എന്തിനു വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ അവൻ മനസ്സിലാക്കും. അവന്റെ ഈ കാള വാല് പൊക്കുമ്പോ അറിയാതെ എന്തിനാന്നുള്ളതെന്ന് പറയത്തില്ല, ഡയലോഗ് അടിക്കത്തില്ല, നീ വന്ന അതറിയാം. അതായത് വളരെ വിശദമായ ഡീപ്പായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ കപ്പാസിറ്റി ആരും കാണാത്തത് അവൻ കാണും. മനസ്സിലാവുന്നുണ്ടോ? ആരും കാണാത്തത് അവനെ കൊണ്ട് കാണാൻ കഴിയും. പക്ഷെ അവനും കൂടി താല്പര്യം ഉണ്ടാകണം. ഇതിന്റെ നമ്മൾ എങ്ങനെ സാറേ എഴുതണ്ട? ശ്യാമേക്ഷണ കറുപ്പിൽ കറുത്ത കണ്ണെന്തിനാന്നുള്ളത് എഴുതപ്പാ. ഇത് ആരും കാണാത്ത കാര്യങ്ങളെ വളരെ ഡീപ്പായിട്ട് കാണാൻ കഴിയും. അത് അയാളുടെ കപ്പാസിറ്റിയാ, റിസർച്ചബിലിറ്റി. ഇരുട്ടിനകത്ത് കാണാനുള്ള കഴിവ്. ആ റിസർച്ചബിലിറ്റി ആണത്, കണ്ടുപിടിക്കാനുള്ള കഴിവ്. ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെയും ബുദ്ധിവാനല്ലേ. അറിഞ്ഞിരിക്കുന്നതിനെ കാണാനുള്ള ഒരു കഴിവല്ലേ. വെറുതെ കാണാനുള്ളതല്ല, അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ്. ബുധനാണ്, ചോദിക്കുന്നവനാണ്. ഞാൻ ആദ്യമേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോ ഗ്രഹത്തിന്റെയും ക്വാളിറ്റീസ്. ബുധൻ ചോദിക്കും, അതായത് കണ്ടുപിടിക്കും, ക്വസ്റ്റ്യൻ എടുക്കും, അന്വേഷിക്കും. എങ്ങനെ അടുത്തത് എങ്ങനെ അന്വേഷിക്കുന്നതാണ് തൊട്ടും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു കാര്യം നോക്കൂ. ഈ ശ്രീലോല സുരതോപചാര കുശലാശാമേക്ഷണ, ഇത്രയും കാര്യങ്ങളിൽ നിന്നും ആ വ്യക്തി തന്റെ അതിഥികളെയും മറ്റുള്ളവരെയും തന്നെ മുന്നിൽ വരുന്നവരെയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനോ ബഹുമാനിക്കാനോ ആദരിക്കാനോ ഉപചാര രീതിയിലുള്ള ആചരണങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനോ തൽപരനായിരിക്കും. അതിനോടൊപ്പം തന്നെ ബുദ്ധിമാനും ഊഹാപോഹങ്ങളിൽ സമർത്ഥനും. അതാണ് തന്റെ മുന്നിൽ വരുന്നവൻ എന്തിനു വരുന്നു എന്ന് ഊഹിച്ചാണ് കണ്ടുപിടിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഊഹാപോഹങ്ങളിൽ സമർത്ഥനും, ഗവേഷണ ത്വരയുള്ളവനും. ഗവേഷണത്വര, അന്വേഷണ ബുദ്ധി, ഗവേഷണത്വര, ത്വര ത്വര ഗവേഷണത്വര, അന്വേഷണ ബുദ്ധി. ഓക്കെ, അന്വേഷണ ബുദ്ധി. നയപരമായ ഇടപാടുകൾ. ഈ സുരതോപചാര ഉപചാര എന്ന് പറയുന്ന വാക്കിനകത്ത് നയപരമായ ഇടപാടുകൾ എന്നുണ്ട്. അതായത് നയപരമായിട്ടായിരിക്കും, സാഹചര്യങ്ങൾക്കനുസരിച്ച്. നയപരമായ ഇടപാടുകൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നടത്തുവാൻ കഴിവുള്ളവൻ. ചഞ്ചലതയുള്ളവരെ സഹായിക്കാൻ കഴിവുണ്ടോന്ന് പറയുമ്പോൾ ഇയാൾക്ക് ചഞ്ചലത ഉണ്ടാവുമോ? ഉണ്ട്. ചഞ്ചലമായതുകൊണ്ടല്ലേ അയാളെ സഹായിക്കുന്നു. ചഞ്ചലമായ മനസ്സുള്ളപ്പോ. ചഞ്ചലത ഉള്ളവരെ മിഥുനൻ രാശിക്കാരൻ സഹായിക്കാൻ ചെല്ലുന്നുവെങ്കിൽ മിഥുനൻ രാശിക്കാരന് ചഞ്ചലത ഉണ്ടോ? ഇല്ല. എടാ, സംശയമുള്ള ഒരുത്തൻ ഒരു സംശയം ഇങ്ങനെയാന്ന് പറഞ്ഞു കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരുത്തിന് അവന് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും അവന്. ഇല്ല, ഒരിക്കലും ഇല്ല. അല്ല, ചിന്താഗതി മാത്രമല്ലല്ലോ ചഞ്ചലത വരുന്ന സാധനം. നമ്മൾ പറഞ്ഞ ചോദ്യം എന്തുവാണ് ഇതിനെ? സഹായിക്കാൻ പോവുക. അതായത് മറ്റുള്ളവരോട് കരുണയും സ്നേഹവും ഒക്കെ ഉണ്ടാകുന്നത് ആ വഴിയെ കൂടെ പോകുന്നവർക്ക് എല്ലാവരോടും ഉണ്ടാവുന്നാന്ന് പറഞ്ഞത്. തന്റെ മുന്നിൽ വരുന്ന ഏതൊരു വ്യക്തി അവന്റെ ആവശ്യത്തെ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. അറിഞ്ഞു ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവൻ കൺഫ്യൂഷൻ ഉണ്ടോ എന്നാണ് ചോദ്യം. അപ്പൊ ഇവൻ കോൺഷ്യസ്ലി ആക്റ്റീവ് ആണ്. അതായത് സ്പോട്ടിൽ തീരുമാനം എടുക്കാൻ കഴിവുള്ളവനാ ബുധൻ. ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു വീഡിയോ ഇട്ട് വന്നിട്ടില്ലേ? ഇതിനകത്ത് പെട്ടെന്ന് ഉത്തരം പറയുന്നത്, ചോദിക്കുന്നത്, പെട്ടെന്ന് ചോദിക്കുന്നത്, പെട്ടെന്ന് ഉത്തരം പറയുന്നത്, ഉരുളക്കുപ്പേരി, ഇതെല്ലാം ബുധന്റെ കയ്യിലാണ്. മനസ്സിലാവുന്നുണ്ടോ?
ഓൺലൈൻ പിടികിട്ടിയോ? കേട്ടി. യെസ്. കേട്ടി സാർ. സുഹൃതോപചാര കുശല ന്യായപരമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും ഊഹാപോഹപ്പെടുകയും ഒക്കെ ആയിരിക്കും. ഒറ്റ മിനിറ്റ്. അപ്പൊ അടുത്തത് ക്ഷാമേക്ഷണ കഴിഞ്ഞു. ഇനി ശാസ്ത്രവിൽ എന്ന് പറഞ്ഞാൽ ശാസ്ത്ര എന്ന വാക്കിനർത്ഥം എന്താ? ശാസ്ത്രമല്ല, ശാസ്ത്ര. കേട്ടില്ല. സയൻസ് സയൻസ് എന്ന് വെച്ചാൽ എന്താ? സയൻസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം, ശാസ്ത്രം എന്ന് പറഞ്ഞാല് സയൻസ്. ഇങ്ങനെയാണോ? സയൻസ് ശാസ്ത്രമാണ്. ആ, ശാസ്ത്രീയമായ രീതിയില് ശാസ്ത്രീയമായ രീതിയില് വിഷയങ്ങൾ അന്വേഷിക്കുന്നു. എന്താണ് ശാസ്ത്രീയത? അന്വേഷിച്ച് അപഗ്രഥിച്ച് കണ്ടുപിടിക്കുന്നത്. അല്ല, കണ്ടറിയുന്നതെല്ലാം ശാസ്ത്രീയതയാണോ? ആധികാരികമായി അന്വേഷിച്ച് അപഗ്രഥിച്ച് കണ്ടറിയുന്നതാണ് ശാസ്ത്രീയത. ആധികാരികമായി എങ്ങനെ അന്വേഷിച്ച് അപഗ്രഥിച്ച് കണ്ടെത്തുന്നതാണ് ശാസ്ത്രീയത. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയാം. അന്വേഷിച്ച് എന്താണോ അന്വേഷിക്കുന്നത് അതിനെ അന്വേഷിച്ച് അതിനെ അപഗ്രഥിച്ച് ഇത് അതിൽ നിന്ന് റിസൾട്ട് കണ്ടുപിടിക്കുന്നതാണ് ശാസ്ത്രീയത. റിസൾട്ടഡ്. ഒരു കാര്യം ഉണ്ടാകുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി പഠിക്കുകയും അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും പിന്നെ അതിലെ വസ്തുതാപരമായ കാര്യങ്ങളിൽ പരിജ്ഞാനം നിർവഹിക്കുന്നു. അല്ല, അതായത് ശാസ്ത്രം എന്നാൽ എന്തുകൊണ്ട് സയൻസ് തെളിയിക്കപ്പെടാനുള്ള കഴിവുള്ളിടത്താണ് സയൻസ് ആവുന്നത്. ആണോ അല്ലയോ? തെളിയിക്കപ്പെടാനുള്ള എന്താ തെളിയിക്കപ്പെടാനുള്ള കഴിവല്ലേ? അതുകൊണ്ടല്ലേ ജ്യോതിശാസ്ത്രം ഇന്നും സ്യൂഡോ സയൻസിനകത്ത് കിടക്കുന്നത്. മിഥുനം രാശി ജനിക്കുന്ന എല്ലാവർക്കും ഈ പറയുന്ന ക്വാളിറ്റി ഉണ്ടോ? ഇല്ല? ഉണ്ടെന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് പ്രമാണത്തിൽ പറഞ്ഞു വെച്ച് തെളിയിക്കാൻ പറ്റുമോ ഇല്ലയോ? അപ്പൊ എവിടെയാ കുഴപ്പമെന്ന് മനസ്സിലായോ? പറഞ്ഞ കാര്യം തെളിയിക്കാൻ കഴിയാതെ പോകുന്നത് ഏതും ശാസ്ത്രത്തിനകത്ത് വരുന്നതല്ല, തെളിയിക്കപ്പെടുന്നത് മാത്രം. ഇവിടെ നമുക്ക് പറയാം മിഥുനം രാശി പ്ലസ് ഈ ക്വാളിറ്റീസുകൾ. ഇപ്പോ സ്ത്രീകളോട് അല്ലെങ്കിൽ തന്റെ മുന്നിൽ വരുന്നവരെ എല്ലാരെയും നല്ല വിധത്തിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ് രാശിക്കാരൻ എന്ന് പറഞ്ഞു. അപ്പൊ തന്റെ മുന്നിൽ വരുന്നവരെല്ലാരും ഏത് ഭാവത്തിലുള്ളതാ? ഏത് ഭാവമാ? ഏതാ? അതൊന്നും കേൾക്കുന്നില്ല, സ്റ്റക്കായി പോയി. തന്റെ മുന്നിൽ വരുന്നവരെ എല്ലാവരെയും സഹായിക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ കരുതും എന്ന് പറഞ്ഞെങ്കിൽ ഏത് ഭാവമാണ് തന്റെ മുന്നിൽ വരുന്നത്? അത് ഏത് ഭാവം കൊണ്ട് ചിന്തിക്കണം? ഏഴാം ഭാവം. ഇതിനു മുമ്പേ പറഞ്ഞതല്ലേ ഉള്ളൂ. ഏഴാം ഭാവത്തിന്റെ അധിപൻ മോശപ്പെട്ടിടത്ത് നിന്നാ തന്റെ മുന്നിൽ വരുന്നവരെ അയാൾ ട്രീറ്റ് ചെയ്യുവോ ഇല്ലയോ? ഞാൻ പറഞ്ഞായിരുന്നു, സ്റ്റക്കായി പോയി. ഓക്കെ. ഏഴാം ഭാവത്തിന്റെ അധിപൻ നിങ്ങളുടെ ജാതകത്തിൽ ചത്തുപോയി, 12 പോയി, കെട്ടുപോയി, മോശപ്പെട്ടു. നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ എല്ലാരും നിങ്ങൾ നോക്കുവോ? തിരിഞ്ഞു നോക്കുവോ? മിഥുനം രാശി ജനിച്ചതാ, നിങ്ങൾ തിരിഞ്ഞു നോക്കുവോ? നിതിന്റെ ജോലി എന്തുവാ? ബിസിനസ് എന്തിന്റെ ബിസിനസ്? സ്റ്റേഷനറി ബിസിനസ്സില് നിങ്ങള് അരി എന്ന് പറഞ്ഞ സാധനം, മിഥുനം രാശി ജനിക്കുന്നവരെല്ലാവരും വരുന്നവർക്ക് എല്ലാവർക്കും അരി കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതൊരു പ്രമാണം ഉണ്ടെന്ന് വിചാരിച്ചു. നിങ്ങളുടെ കയ്യിൽ അരിയില്ല, നിങ്ങൾ എങ്ങനെ കൊടുക്കും? എങ്ങനെ കൊടുക്കും? നിങ്ങൾ മിഥുനം രാശി ജനിച്ചതാണ്,
നിങ്ങളുടെ കയ്യില് അരിയില്ല. പക്ഷെ അപ്പുറത്തിരിക്കുന്ന മധുചേട്ടൻ മിഥുനൻ രാശി ജനിച്ചാണ്, അങ്ങേരുടെ കയ്യില് മുഴുക്കലരി ഇഷ്ടം പോലെ ഉണ്ട്, അയാൾ എല്ലാവർക്കും കൊടുക്കും. അങ്ങേരുടെ 7ാം ഭാവം അല്ലെങ്കിൽ അരി ധാന്യം ചിന്തിക്കേണ്ട ഭാവം നല്ലതാണ്. നിങ്ങളുടെ ഭാവം കുഴപ്പത്തിൽ ചെന്നു. ഭാവമല്ല, ഭാവത്തിന്റെ അധീപൻ. അപ്പം എവിടെയാണ് പ്രൂവ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത് അന്വേഷിക്കാൻ വരുന്ന കിഴങ്ങന്മാർക്ക് പറഞ്ഞു കൊടുത്ത് അവനെ ഈ ജ്യോതിഷം പഠിപ്പിക്കണം, എന്നിട്ട് വേണം ഇത് പ്രൂവ് ചെയ്യാൻ. നടക്കുവോ? ഇല്ല. അപ്പൊ ശാസ്ത്രീയമായിട്ട് ഗവേഷണം നടത്തി അതിനെ കണ്ടെത്തി സ്വയം ബോധ്യപ്പെടാതെ ഒരു കാരിക്കും മിഥുനൻ രാശിക്കാരൻ ഇറങ്ങൂല. മനസ്സിലായോ? ഞാൻ ചെന്നിട്ട് പറയാ ഭൂമി സ്ക്വയറാ, നീ എന്നെ ഒന്ന് തെളിയിച്ചു തരാനായിട്ട് അവൻ അന്വേഷിക്കും, കണ്ടുപിടിക്കും. സ്ക്വയറാന്ന് കണ്ട അവൻ അത് പറയും. ശാസ്ത്രവിദെന്ന് പറഞ്ഞാൽ ഗവേഷണം ഓൾറെഡി തൊട്ട് മുമ്പ് പറഞ്ഞു ഇല്ലയോ? സയന്റിഫിക്കലി ബോധ്യപ്പെടണം. എന്തിനേയും ശാസ്ത്രീയമായ തലത്തിൽ നിന്ന് ഉരുട്ട് ബുദ്ധിയിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം ഞാൻ പറയാം, നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഇച്ചിരി ഇന്ന മന്ത്രങ്ങൾ ചൊല്ലി കുടിച്ച വയറുവേദന മാറും. എന്തുവാ? ഈ മിഥുനൻ രാശിക്കാരൻ ഇത് ചെയ്ത് കുടിക്കും, ഇവന്റെ വയറുവേദന മാറും. കുറച്ച് കഴിഞ്ഞു, ചേട്ടാ അത് ശരിക്കും കോയിൻസിഡൻസ് അല്ലയോ? അത് സംശയരോഗിയായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാ? അത് ബോധ്യപ്പെടുന്നിടത്തോളം കാലം അവൻ അതിനകത്ത് സംശയമില്ല. അതുവരെ അതിനകത്ത് ഇങ്ങനെ കളച്ചോണ്ടേയിരിക്കും, പണിഞ്ഞോണ്ടേയിരിക്കും, ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ശാസ്ത്രവിദ് എന്ന വാക്കിനർത്ഥം. ശാസ്ത്രീയമായ ഗവേഷണങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവൻ എന്നർത്ഥം. മനസ്സിലാക്കുന്നവൻ എഴുതി വെക്ക്. ശാസ്ത്രീയമായ ഗവേഷണങ്ങളിലൂടെ, അറിവുകളിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കുന്നവൻ. അവൻ ആവശ്യമുള്ള ഏത് വിഷയത്തെയും ശാസ്ത്രീയമായി മനസ്സിലാക്കി ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വേറൊരു അർത്ഥം കൂടി ഉണ്ടായിട്ട് വന്നില്ല. സാറേ, അവന് ആവശ്യമുള്ള ഏതൊരു വിഷയത്തെയും ശാസ്ത്രീയപരമായി ഗവേഷണം നടത്തും, അന്വേഷിക്കും. അന്വേഷിച്ച് കണ്ടെത്തി ബോധ്യപ്പെട്ട്. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ സ്റ്റക്കായി പോകും സാറേ, ഒന്നും കേൾക്കാൻ പറ്റില്ല. അവിടുത്തെ നെറ്റിന്റെ കുഴപ്പമാണ്, കൊല്ലത്ത് നിന്ന് മൊത്തം കുഴപ്പമാണെന്ന് തോന്നുന്നു. ഇവിടെയും കിട്ടുന്നില്ല സാറേ, കൊച്ചിയിലും. അപ്പൊ ഞങ്ങളുടെ മാത്രമല്ലേ സാറേ? അപ്പൊ അവിടെ ഇന്ന് എന്തെങ്കിലും കാരണം ഉണ്ടാവും. ഇവിടെ എന്തായാലും നെറ്റ്വർക്ക് പ്രശ്നമൊന്നും ഇല്ല. എന്തായാലും ഇവിടെ സിറ്റിയില് പ്രോബ്ലം ഇല്ല സാറേ, കറക്റ്റ് നെറ്റ്വർക്കാണ്. നിങ്ങൾ വൈഫൈ ആണോ ഉപയോഗിക്കുന്നത്? വൈഫൈ അല്ല, മൊബൈൽ നെറ്റ്വർക്ക് ആണോ? ഇപ്പൊ ഞാൻ മൊബൈലിൽ കയറി. കംപ്ലൈന്റ് ആയി, കേൾക്കുന്നില്ല. വൈഫൈയിലാണ് യൂസ് ചെയ്തത്, ഇപ്പൊ മൊബൈലിലോട്ട് കയറി, കംപ്ലൈന്റ് കാരണം. ശരി ശരി. നോക്കൂ, ശാസ്ത്ര എന്ന വാക്കിന് ഒരർത്ഥം കൂടിയുണ്ട്. ശാസ്ത്ര എന്ന വാക്കിനകത്ത് ആയുധം ഉണ്ട്, അസ്ത്രമെന്നും സ്തോത്രമെന്നും ഒരർത്ഥമുണ്ട്. ശസ്ത്രമല്ലേ ആയുധം? അതെ, ശസ്ത്രമാണ് ആയുധം. ശസ്ത്രമാണ് ആയുധം. ശസ്ത്രം ആയുധമല്ലേ? അസ്ത്ര വേറെ, ശസ്ത്രം വേറെ. ഇവിടെ ഞാൻ ശാസ്ത്രം അതല്ല, ശസ്ത്ര ആയുധം. ശസ്ത്രവും രണ്ടും രണ്ടല്ലേ സാർ? രണ്ടാണ്. ശാസ്ത്ര വേറെ, ശാസ്ത്ര വേറെ. ഇവിടെ ഞാൻ അതിന്റെ ഒരു അർത്ഥം എടുത്തു. ശാസ്ത്ര വേറൊരു പദാർത്ഥം ഉണ്ടായിരുന്നു, ഞാൻ ആ ബുക്ക് എടുത്തോണ്ട് വന്നില്ല. അസ്ത്രശസ്ത്രങ്ങൾ എന്ന് പറയും. അസ്ത്രശസ്ത്രങ്ങൾ. ശസ്ത്ര എന്ന വാക്കിനകത്താണ് ആയുധം ഉള്ളത്. ശാസ്ത്ര ഇല്ല അല്ല 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 ശസ്ത്രയാണ് 6ാം ഭാവത്തില്. അതന്നെ 6ാം ഭാവത്തിലുള്ള. അതായത് വേദോച്ചാരണമോ അങ്ങനെ എന്തോ ഒരർത്ഥം ശാസ്ത്രക്കുണ്ട്. വേദ ഉച്ചാരണം, മന്ത്രോച്ചാരണം, അങ്ങനെ എന്തോ മന്ത്രോച്ചാരണം. ശാസ്ത്രം എന്ന് പറയുന്നത് കൊണ്ട് എഴുതിക്കോ.
ആജ്ഞ, വിജ്ഞാന ശാഖ, വേദാംഗം. വേദാംഗം, വേദാംഗം. ഹലോ, ആജ്ഞ, 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 വേദാംഗം, വേറെ മന്ത്രോ, വേറെ എന്നാ സാധനം? വേദാംഗം, ആജ്ഞ, വേദാംഗം, ആജ്ഞ, വേദാംഗം, വിജ്ഞാന ശാഖ. ശാഖ. സാറേ ഇതൊക്കെ ശാസ്ത്രം എന്ന വാക്കിന്റെ അർത്ഥമാണോ? ശാസ്ത്രം എന്ന വാക്കിന്റെ അർത്ഥമാണ്. ഓക്കെ, പറഞ്ഞാൽ തീരെ മനസ്സിലാവില്ല. ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനാ ചെയ്യുന്നേ. അതിപ്പോ ചെയ്യാനായിട്ട് അവരുടെ ഇത് കിട്ടുന്നില്ല, നമ്പർ കിട്ടുന്നില്ല. എഴുതിയോ? വിജ്ഞാന ശാഖ വരെ എഴുതി. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ ഇത് എഴുതിയിരുന്നത്? ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ. ശാസ്ത്രീയമായ എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കാനും പഠിക്കുവാനും. യെസ്, പഠിച്ച് ബോധ്യപ്പെട്ട് സംശയ നിവാരണം നടത്തി അത് അനുഭവിക്കണം. അത് അങ്ങ് അനുഭവിക്കും ആദ്യം. എന്നിട്ട് അത് എന്താണെന്ന് അന്വേഷിച്ചു പോകും. ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്താൽ അത് എന്താണെന്ന് അന്വേഷിച്ചു പോകുന്ന സ്വഭാവം ഉണ്ടാവും. ബുദ്ധി. ആധികാരികമായിട്ട് കാര്യങ്ങളെ അറിയുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അടുത്തത് ദൂത. ദൂത, ദൂതൻ, ദൂതൻ, ദൂത. ദൂതൻ എന്ന് വെച്ചാൽ എന്താ? സന്ദേശ സന്ദേശവാഹകൻ, സന്ദേശം പതിച്ചുകൊണ്ട് വരുന്ന ഇടനില. ഇടനിലക്കാരൻ. അതിന്റെ അർത്ഥം ഹി ഈസ് എ ഗുഡ് കൗൺസിലർ. കൗൺസിലർ, കൗൺസിലിംഗ്, അത് അപ്പൊ അതിന് എന്നാ സാറേ മലയാളത്തിൽ? കൗൺസിലിംഗ്. മലയാളത്തിൽ എന്നാ പറയാൻ സാറേ? ഇടനിലക്കാരൻ അല്ല, കൗൺസിലിംഗ്, ഉപദേശകൻ, ഉപദേഷ്ടാവ്. ഓക്കെ, ഇനി സന്ദേശത്തെ ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് വഹിച്ചുകൊണ്ട് പോകുന്നതാണ്. മനസ്സിലായി? സന്ദേശവാഹകൻ. കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു അർത്ഥം ഇതിനകത്തുണ്ട്. ബുധൻ ദൂത എന്ന വാക്കുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം എന്നൊരർത്ഥം കൂടി നൽകേണ്ടതായിട്ടുണ്ട്. ആശയ വിനിമയ ദാതാവ് അല്ലെങ്കിൽ കർത്താവ്. ഇനി ആധുനിക ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദ മൊബൈൽ ഫോൺ, ദ ഇന്റർനെറ്റ്. ദൂത എന്ന വാക്കിനർത്ഥം ആധുനികതയിൽ മൊബൈൽ ഫോൺ. ഇപ്പൊ മൊബൈൽ ഫോണിനെ കുറിച്ച് ചിന്തിക്കുമ്പോ ഏത് രാശി ചിന്തിച്ചോണം? മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്. മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, ലെറ്ററുകൾ. പണ്ട് കാലത്ത് ലെറ്ററുകൾ കമ്പ്യൂട്ടറിൽ അതിനകത്ത് വരുന്ന തന്നെയാ. ഇലക്ട്രോണിക്സ് ഐറ്റം എഴുതാൻ പറ്റും. ഇലക്ട്രോണിക്സ് ഐറ്റം എഴുതാൻ പറ്റത്തില്ല. IT ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഇൻഫർമേഷൻ ടെക്നോളജി, TV, പഴയ ഇല്ലൻ്റെയൊക്കെ അതിനകത്ത് വരുള്ളൂ. ഇല്ലൻ്റൊക്കെ അതിനകത്ത് വരുന്നത്. ഇല്ലന്റ്, ലെറ്റർ, ഔപചാരികമായ ഉത്തരവുകൾ വഹിക്കുന്ന ലെറ്റേഴ്സ്, ഒഫീഷ്യൽ ലെറ്റേഴ്സ്. ഔപചാരികമായ ഉത്തരവുകളോ സന്ദേശങ്ങളോ ഉൾക്കൊള്ളുന്നത് അല്ലെ വഹിക്കുന്നത്. വാട്സപ്പ് ഒക്കെ വരും. വാട്സപ്പ് ഒക്കെ വരും. മൊബൈൽ വരുമെങ്കിൽ പിന്നെ വാട്സപ്പ് വരണത്. മൊബൈലിനകത്ത് ബുധൻ എന്ന് പറയുന്നതാണ് വാട്സപ്പ്. രാശി മോശമാണ്, മെസ്സേജ് ഉപയോഗിച്ചോളാം. മീഡിയം എന്ന് പറയുന്നതായിരിക്കും ശരി. മീഡിയം എന്ന് പറയുമ്പോൾ എല്ലാം വരും.
മീഡിയ മീഡിയ വേറെ, മീഡിയം വേറെ. മീഡിയം മീഡിയം എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ നിൽക്കുന്ന അല്ലല്ല, ആ മീഡിയം അല്ല ഇത്. ഇത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇപ്പോ നിങ്ങള് എന്റെ ക്ലാസ്സിനെ കുറിച്ച് അറിഞ്ഞത് എങ്ങനെയാ? നമ്മളൊരാള് അല്ല, ആര് പറഞ്ഞു? ദിലീപ് എന്ന് പറയുന്നതായിരുന്നു നിങ്ങളുടെ മീഡിയം. ഇല്ലയോ? എന്നിലേക്കും എന്നെ നിങ്ങളിലേക്കും എത്തിക്കാൻ ഇടയ്ക്ക് നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആ സാഹചര്യം ഒരുക്കുന്നത് എവിടെയാണോ എന്താണോ അത് മീഡിയം. അതിന്റെ കറക്റ്റ് മലയാള പദം എന്താണ്? മാധ്യമം. ഏതാ? മാധ്യമം അല്ലെങ്കിൽ ഇടനിലക്കാരൻ. ഈ ഇടനിലക്കാരെന്ന് പറയുമ്പോ അങ്ങനെ ആ സെൻസിൽ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് മറ്റിടനിലക്കാരൊന്നും വരില്ലല്ലോ. ഈ സന്ദേശങ്ങളുടെ ഇടനിലല്ലേ വരുള്ളൂ. ഇടനിലക്കാരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്മ്യൂണിക്കേഷന്റെ കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുക. അതിന്റെ ഇടയിലെ കച്ചവടം എന്ന് പറയുന്നതിനകത്ത്, കച്ചവടം എന്ന് പറയുന്നത് നമ്മൾ ഇനി പഠിക്കും. ഇതിനകത്ത് തന്നെ ഉണ്ട്, കച്ചവടവും ഉണ്ട്. അതിനകത്ത് ഇടനിലയും വേറെ. ഇടനിലക്കാരൻ ഉദ്ദേശിക്കുന്നത് പണിയൊക്കെ ബുധന്റെ കയ്യിലാണ് വരുന്നത്. ആണോ? ആണ്. സാറേ, ഒരു മീഡിയേറ്ററായി പ്രവർത്തിക്കാന്നൊക്കെ പറയത്തില്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. എഴുത്തുകൊണ്ട് കൊടുക്കുക. ഒരു മിനിറ്റ് ഒന്ന് സമയം തരണേ. കേക്കാവോ? അടുത്തത് സന്ദേശവാഹൻ എഴുതിയല്ലോ അല്ലെ? കുഞ്ചിത മൂർജട, കുഞ്ചിത ധജ, ചാർവാങ്ക പ്രിയവാക്. ഇവിടെ ചുരുണ്ട തലമുടിയോട് കൂടിയവനും സുന്ദരമായ ശരീരത്തോട് കൂടിയവനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിൽ സംസാരിക്കുന്നവനും. എന്തായിരിക്കും ചുരുണ്ട തലമുടി? മുടിക്കകത്ത് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടോ? ഉണ്ടോ? ആരെങ്കിലും പറയാവോ? ഉണ്ട് സാർ, പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? നല്ല കറുത്ത മുടിയുണ്ട്. ചിലർക്ക് കറുത്തിയുണ്ട് മുടി കാണാൻ വളരെ ഭംഗിയായിരിക്കും. ഏതാണ്? ജനിച്ചപ്പോ ചുരുണ്ടതായിരുന്നു. ജനിച്ചപ്പോ ചുരുണ്ടതാണ്, പിന്നെ നിവർന്നു. മുടി ഇല്ലാത്ത ഈ മിഥുനൻ രാശി കഷണ്ടി ആയിപ്പോയ എന്നപ്പോ എനിക്ക് അതോ മിഥുനൻ രാശിക്കാര് കഷണ്ടി ആവൂല്ല എന്ന് വല്ല നിയമമുണ്ടോ? കഷണ്ടിയിൽ ഒരു ഭംഗിയാണ്. കഷണ്ടിയിൽ ഒരു ഭംഗി. ജനിച്ചപ്പോഴേ കഷണ്ടി ആയിരിക്കത്തില്ലല്ലോ. ഇല്ല, ഈ മുടി ആയിരിക്കും. അടുത്ത സുന്ദരമായ ശരീരം എന്ന് പറയുന്നത് ഈ മൂപ്പരുദ്ദേശിച്ച സുന്ദരമായ ശരീരം ഏതാണാവോ? മുടിയൊരു ആവരണമല്ലേ? മുടി ആവരണമാണോ? മുടിക്ക് എന്തേലും ജോലി ഉണ്ടോ നമ്മുടെ തലേ മുടിക്ക്? അല്ലെ പൊതിഞ്ഞ് ജോലിയല്ലേ അത്? തലയെ സംരക്ഷിക്കാന്നുള്ളത്, തലയോട്ടിയെ സംരക്ഷിക്കാന്നുള്ളത്. തലയോട്ടിയെ സംരക്ഷിക്കലാണോ മുടിയുടെ ജോലി? തലയോടാണെങ്കിൽ പിന്നെ കുറച്ചുകൂടെ സംരക്ഷിക്കുന്നു. അല്ല, ചർമ്മത്തെ സംരക്ഷിക്കുന്നു. കേട്ടില്ല. ചർമ്മമല്ലേ ഇതിലിരിക്കുന്നത്? ഓട്ടിന് മുകളിൽ ചർമ്മമല്ലേ? ചർമ്മമൊന്നുമല്ല. അങ്ങനാണെങ്കിൽ ഇവിടെ ചുരുണ്ട തലമുടി എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം, ഇവിടെ ബലം കാണും. ചുരുളുന്നത്, തലമുടി ചുരുളുന്നത് എപ്പോഴാ? തലമുടി ഒരാൾക്ക് ചുരുളുന്നത് എപ്പോഴാണ്? സൂക്ഷിക്കാത്ത സമയം. എപ്പോഴാ? സൂക്ഷിക്കാത്ത സമയം. സൂക്ഷിക്കാത്ത സമയത്ത് മുടി ചുരുളല്ല, ജട കെട്ടുക ചെയ്യുക. അതെ, സൂക്ഷിക്കാത്ത സമയത്ത് മുടി ചുരുളത്തില്ല. ശ്രദ്ധിക്കാതെ കിടക്കുമ്പോ. കേട്ടില്ല.
ശ്രദ്ധിക്കാത്ത സമയം. അങ്ങനല്ല, ശ്രദ്ധിക്കുന്നത് നല്ല. ഒരാളുടെ തലയിൽ എന്തോരം മുടി ഉണ്ടാവാം? ഇല്ല, ഞാൻ ചുമ്മാ ഒരു ചോദ്യം ചോദിക്കാം. ഈ തലയിൽ എന്തോരം മുടി ഒരാൾക്ക് ഉണ്ടാവാം? 10,000 മുടിയുള്ളോ? സബ്ജക്ട് എണ്ണ നോക്കിക്കോ. എണ്ണ നോക്കിക്കോ. 2,40,22. 2,48,000. അദ്ദേഹം മിഥുനൻ രാശിക്കാരനാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയോ ഞാൻ പുള്ളി മിഥുനൻ രാശി എന്ന് പറഞ്ഞേ? തൊട്ട് മുമ്പ് പറഞ്ഞ കാരണമാണത്. ശാസ്ത്രവിധ് എന്ന് പറയും. കൃത്യമായിട്ട് അത് എണ്ണി തിട്ടപ്പെടുത്തി ഉറപ്പൊന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആളിപ്പോ അത് പറഞ്ഞത്. ആണോ? അത് ദിലീപ് പറഞ്ഞു കേട്ട് പറഞ്ഞാ സാർ, അല്ല വേറെ കാര്യമൊന്നുമില്ല. ഇല്ല, ഞാൻ വേറെ കാര്യമൊന്നുമില്ല. ഞാൻ ഒരു പേയ്മെന്റ് കൊടുത്തിട്ട് അത് ശരിയായില്ല. അന്വേഷിപ്പിൻ കണ്ടെത്തും. അപ്പൊ ഈ തലയില് ഇഷ്ടം പോലെ മുടിയുണ്ടല്ലോ അല്ലെ? ഉണ്ടാവുമല്ലോ. തലയ്ക്ക് പ്രത്യേകത എന്താണെന്നറിയോ? മുടിയുടെ ഡ്യൂട്ടി എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് കറുത്ത കളറാണ് ഇവിടെ ഉള്ളവർക്ക്, ആണല്ലോ. കറുപ്പിന്റെ പ്രത്യേകത എല്ലാത്തിനെയും ആഗിരണം. അതായത് വിശേഷാൽ ചൂടിനെ ആഗിരണം ചെയ്യും, പക്ഷേ ഉള്ളിലേക്ക് വിടുവോ? അതായത് മാക്സിമം ചൂട് തലയിൽ വരുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പണിയാണ് മുടിക്കുള്ളത്. അത് ചുരുണ്ട മുടിയാണെങ്കിലോ നല്ല പ്രൊട്ടക്ഷൻ ആയിരിക്കും, ഹൈ പ്രൊട്ടക്ഷൻ ആയിരിക്കും ഉണ്ടാവുക, ആണല്ലോ. എന്തിനാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? തലയ്ക്ക് ഉള്ളിലേക്ക് പോകാതിരിക്കാൻ. അതിനർത്ഥം വിധത്തിൽ അത് തൊട്ടടുത്ത് നോക്കുക. ചുരുണ്ട തലമുടിയോട് കൂടിയവനും സുന്ദരമായ ശരീരത്തോട് കൂടിയവനും ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിൽ സംസാരിക്കുന്നവനും. അപ്പൊ ഈ തലമുടിയും സൗന്ദര്യവും തമ്മിൽ എന്തെങ്കിലും ഇപ്പം തൊട്ട് നോക്കിയാൽ നമ്മളിപ്പോ തലമുടിയുടെ ഡ്യൂട്ടി ഒരു പ്രൊട്ടക്ഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കി. പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ശിരസിനെയാണെന്നും മനസ്സിലാക്കി, ആണല്ലോ. അത് കഴിഞ്ഞാൽ ഇവിടെ സൗന്ദര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അതിനർത്ഥം എന്തായിരിക്കും? ദൈവമേ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും സൗന്ദര്യമുള്ളത് ആഫ്രിക്കക്കാർക്കായിരിക്കും. സൗത്ത് ആഫ്രിക്കക്കാർക്കായിരിക്കും അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം. സൗത്ത് ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള നാടാണോ അതോ ചൂടുള്ളിടത്തെല്ലാം മുടി ചുരുണ്ടു വരുന്നത് അവന്റെ ഇമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇമ്മ്യൂണിറ്റി പ്രൊട്ടക്ഷൻ, ഇമ്മ്യൂണിറ്റി കിട്ടുക, വർദ്ധിപ്പിക്കുക, ഒന്നാമത്. അപ്പൊ മിഥുനൻ രാശിയിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് മെമ്മറി പവർ എന്ന് പറയുന്ന ഒരു അർത്ഥം ചുരുണ്ട മുടി കൊണ്ടും കൊടുക്കാനുണ്ട്. പ്ലസ് മെമ്മറി പവർ, ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, തലച്ചോറിനെ സംരക്ഷിക്കുന്നതെന്നല്ല, ചൂട് പോകാതെ ഞാൻ അതിന്റെ ഡ്യൂട്ടി തന്നതാണ്. ഇപ്പൊ മെമ്മറി പവറാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്ത്. ഇത്രമാത്രം മുടി ഉണ്ടായെങ്കിൽ എന്താണ് അവിടെ? ഇപ്പൊ തലയ്ക്കകത്ത് ഇതിന് മാത്രം സാധനം വന്നിട്ടില്ല, മുടി എന്തിനാണ്? മുടി കൊഴിഞ്ഞും പോവും, വേറെ വരികയും ചെയ്യും, അല്ലേ? അതായത് മുടിക്ക് ഭൂതവും ഭാവിയും വർത്തമാനവും ഉണ്ടല്ലോ, ഉണ്ടോ? അപ്പൊ നമ്മുടെ ബോഡിയിൽ നിന്നും പോയാൽ വീണ്ടും വീണ്ടും വരുന്ന ഒരു വസ്തുവിൽ ഒരെണ്ണമാണ് മുടി. ബ്രെയിനെ സംരക്ഷിക്കുന്ന സാർ മെമ്മറി പവർ വളരെ ക്ലിയർ ആയിട്ട് പ്രൊട്ടക്ടറാണ്, ബ്രെയിന്റെ പ്രൊട്ടക്ടറാണ്. നമ്മൾ അതിലൂടെ എന്താണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്? കേട്ടില്ല. ഇനി മുടി വെട്ടി കളയത്തില്ല. അത് ഈ മുടി വെട്ടിക്കളയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചൂട് കുറയ്ക്കാൻ. ചൂട് കുറയ്ക്കാൻ എന്ന് പറയുന്നത് തെറ്റാ. ചൂട് കൂടത്തേ ഉള്ളൂ. അത് ചൂട് കൂടത്തതേ ഉള്ളൂ. നീ കൊണ്ട് ചുരുട്ടിക്കാൻ എന്തായാലും.
അത് ശരീരം നോക്കൂ, നിങ്ങൾ ഒന്ന് അന്വേഷിച്ചു, ഒന്ന് ആലോചിച്ച് നോക്കൂ. ചെറുപ്പത്തിലാണോ തലയിൽ മുടി നിൽക്കുന്നത്, വാർദ്ധക്യത്തിലാണോ? തലയിൽ വാർദ്ധക്യത്തിൽ മുടി കൊഴിഞ്ഞു പോകുമ്പോൾ അവരുടെ മെമ്മറി പവറിന് എന്താ അവസ്ഥ? കുറഞ്ഞു വരും. കൂടുതൽ എന്താ വേണം? എല്ലാവരുടെയും മെമ്മറി അതല്ല. മുടി നരയ്ക്കുക എന്ന് പറഞ്ഞാലും മെമ്മറി പവറിന്റെ ഡെഫിഷ്യൻസി ആണ്, കേപ്പബിലിറ്റി കുറയുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അത് ദേശകാലത്തിനനുസരിച്ച് മുടിയുടെ വർണ്ണം മാറും. തണുപ്പുള്ള രാജ്യത്ത് കറുത്ത മുടിയാണോ വെളുത്ത മുടിയാണോ? മുടി ഉണ്ടാവും. എന്തായാലും കറുപ്പിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. സൺലൈറ്റ് ഇല്ലാത്ത സ്ഥലത്താണ് വെളുത്ത മുടി. ഏതാ? സൺലൈറ്റ് ഇല്ലാത്ത സ്ഥലത്താണ് വെളുത്ത മുടി. സൺലൈറ്റ് കുറഞ്ഞ സ്ഥലത്ത്. സൺലൈറ്റ് കുറഞ്ഞ സ്ഥലം എന്ന് പറയുമ്പോൾ ചൂടില്ലല്ലോ, തലയിലേക്ക് ചൂട് വരുന്നതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതെ. അപ്പം നമ്മുടെ മനുഷ്യന്റെ മുടി വെളുക്കാൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ വേറൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ കണ്ടന്റ് കുറയുന്നു എന്നാണ് അർത്ഥം. സൂര്യനെ കൊണ്ട് ഇല്ലായ്മ പ്രോട്ടീനെ വർദ്ധിപ്പിക്കുന്നത് ആരായിരിക്കും? അപ്പം സൂര്യനെ. എന്താ പറയുക, ഒരു പ്രാവശ്യം ലൈനില് നമ്മുടെ ഇതിലൊരു വീഡിയോ ഇട്ടിരുന്നു, അതിനെ കുറിച്ച് പിന്നെ പറഞ്ഞില്ല. ഏത് വീഡിയോ? സാറ് ഈ സൺലൈറ്റ് കുറഞ്ഞ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരാൾ നിൽക്കുകയും ഇതിനെ കുറിച്ച് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, സാറ് അതിന് മറുപടി ഒക്കെ കൊടുക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. എങ്ങനെ സൺലൈറ്റ് കുറഞ്ഞു നിൽക്കുന്ന ഭാഗത്ത് അന്റാർട്ടിക്ക റീജിയൻ തോന്നുന്നു സാറ് ഒരു ഇത് ഇട്ടായിരുന്നു. സാർ ഒരു വീഡിയോ ഇട്ടായിരുന്നു. സൺലൈറ്റ് കുറവുള്ള സ്ഥലത്ത് വീഡിയോയില് സൺലൈറ്റ് ഇല്ലാത്തടത്ത് നമ്മള് മറ്റേ ഉദയം കണ്ടുപിടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അവിടെയുള്ള എങ്ങനെയാണെന്ന് പറഞ്ഞു. അതൊന്നുമില്ല. നമ്മുടെ കേരള, നിങ്ങള് ഇന്നലെ അജേഷ് ചോദിച്ചില്ലേ ജാതകം ഗണിക്കാനായിട്ടുള്ള ലഗ്നം ഗണിക്കുന്നതിന് കേരള നമ്മുടെ ഈ വേദിക് അസ്ട്രോളജിയുടെ ഒരു ബേസിക് കണ്ടീഷൻസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ സൂര്യോദയം വേണം. ജനിച്ച സ്ഥലം ഏതാണോ അവിടുത്തെ സൂര്യൻ ഉദിക്കുന്ന സമയം വേണം. അപ്പൊ ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുള്ള, നേരത്തെ ഇട്ട് തന്നത് എപ്പോഴോ, അന്റാർട്ടിക്ക പോലെയുള്ള സ്ഥലത്തേക്ക് പോയാൽ രാത്രി 1 മണിക്കും പകലായിരിക്കും. ഇരുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറെ നാൾ അവിടെ ഇരുട്ടായിരിക്കും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, പോളാർ റീജിയൻസുകളിൽ സൂര്യോദയം കണ്ടെത്താൻ കഴിയത്തില്ല. അങ്ങനെ വരുമ്പോൾ സൂര്യോദയം ഉണ്ട് എന്ന് നിശ്ചയിക്കാൻ കഴിയാത്ത സ്ഥാനങ്ങളിൽ ആരെങ്കിലും ജനിച്ച അവരുടെ ജാതകം കണ്ടുപിടിക്കാൻ പാടായി പോകും. ആ റൂള് തെറ്റിപ്പോകും. പകരം ഞാൻ പഠിപ്പിക്കുന്നതോ ഞാൻ ഫോളോ ചെയ്യുന്നതോ എന്താണ്, 360 ഡിഗ്രി ഭൂഗോളത്തിൽ ഈ കുട്ടി എവിടെ ജനിച്ചു, മനസ്സിലായോ? ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ ലാറ്റിറ്റ്യൂഡിലും ലോഞ്ചിറ്റ്യൂഡിലും ഭൂഗോളത്തിന്റെ 360 ഡിഗ്രിയിൽ എത്രാമത്തെ ഡിഗ്രിയാണ് അവിടെ സൂചകമാകുന്നത്, അത് കിഴക്കേ ചക്രവാളത്തിൽ വന്നപ്പോൾ ആ കുട്ടി ജനിച്ചു. അങ്ങനെയാണ് കണക്കാക്കുക. അപ്പൊ അവിടെ സൂര്യൻ വന്നാലും നമുക്ക് നോ പ്രോബ്ലം, പോയാലും നോ പ്രോബ്ലം. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ അത് വിട്ടേക്കോ. അപ്പം നോക്കൂ, മെമ്മറി പവറിന്റെ ഭാരമായ മെമ്മറി കപ്പാസിറ്റിയുടെ സൂചനയാണ് ചുരുണ്ട മുടി. ഞാനത് നോക്കി സാറേ, ഉദയാൽപരം വെച്ച് നോക്കി. എന്നിട്ട് എന്താ കിട്ടി? കുറെ ട്രൈ ചെയ്ത് നോക്കി. ഉദയത്തിന്റെ കൂടെ ഉദയാൽപരം എടുത്ത് അത് മണിക്കൂർ മിനിറ്റ് ആക്കി. അപ്പം രാവിലെ തൊട്ട് എടുക്കും. ഉദയം തൊട്ട് 2.5 മണിക്കൂർ ഒരു രാശി നിൽക്കുന്നു, ചിലപ്പോ 1.25 മണിക്കൂർ ഒരു രാശി നിൽക്കുന്നു. അങ്ങനെയുള്ള കിട്ടി. അങ്ങനെ ഒരു വിധം മനസ്സിലാക്കി. ഉദയാൽപരം പിന്നെ രാശിപ്രമാണം എടുത്തു. അങ്ങനെയൊന്നുമല്ല, ഇഷ്ടംപോലെ കിടക്കുക അതിനകത്ത്. പിന്നെ രാശി പ്രമാണം ഉണ്ട്, രാശിമാനം പ്രമാണം, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. തലേ കയറ്റി. ഇല്ല, പഠിക്കുന്ന നല്ലതാണ്. ബുധൻ ഇച്ചിരി വർക്ക് ചെയ്യട്ടെ. ഓക്കെ, അടുത്തത് ദൂത തലമുടി. ചാർവാങ്ക നോക്കൂ. ചാർവാങ്ക എന്ന വാക്ക് ഇവിടെ വളരെ സൗന്ദര്യം നിറഞ്ഞവൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയ വാക്ക്. അപ്പോ അവിടെ അതിന് പറഞ്ഞിരിക്കുന്നത് നല്ല സംസാരം. ഈ സൗന്ദര്യം നിറഞ്ഞ ശരീരത്തിന് വല്ല കാര്യമുണ്ട് ഇവിടെ?
സൗന്ദര്യം, അതായത് ശരീരം. ചാർവ അംഗ. അംഗം എന്താ? ശരീരത്തിന്റെ ഏതെങ്കിലും ഒക്കെ ഭാവം അല്ലെ? അങ്ങനെയെങ്കിൽ തലയിൽ വരുന്ന അംഗം, ചാർവാംഗം, തലയിലെ അംഗത്തെ എടുക്കണം. ശരീരത്തിന്റെ ഏത് ഭാഗത്തും അംഗങ്ങളുണ്ടല്ലോ, കൈയൊരു അംഗമല്ലേ. അപ്പോ നാക്കിനെ പ്രാധാന്യം നൽകുക എന്ന് പറയുന്നു. പ്രിയ വാക്കെന്നാണ് അടുത്തത് പറയണത്, ഇല്ലേ? ആണോ? ആണോ അല്ലയോ? അതെ അതെ അതെ. ഈ തൊട്ട് മുമ്പ് തലമുടി പറഞ്ഞു. തലമുടിക്ക് ആദ്യമേ കണ്ണു പറഞ്ഞു. കണ്ണ് ഓൾറെഡി പറഞ്ഞു അല്ലേ? തലമുടി എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞു. ഇനിയും വാക്ക് എന്ന് പറഞ്ഞപ്പം വായും വന്നില്ലേ? വന്നോ? വന്നു. അങ്ങനെയെങ്കിൽ ഇനിയും എന്തൊക്കെയാ വരാനുള്ളത്? നാക്ക് വേണ്ട, നാക്കാണ് ബാക്കിയുള്ളത്. മൂക്ക്, ചെവി. മൂക്ക് എന്ന് പറയുന്ന അവയവം, പഞ്ചഭൂതങ്ങളിൽ ഏത് ഗ്രഹവുമായി ബന്ധിപ്പിക്കാം? ബുധൻ. ഇവരുടെ മൂക്കിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകുമെന്നാണ്. മൂക്കിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂക്ക് എന്തിനുള്ളതാണ്? ഈ ബുധന്റെ ക്വാളിറ്റി എന്താ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾക്ക്? ബുധന്റെ ക്വാളിറ്റി എന്താ? ബാക്കി 4 ഭൂതങ്ങളുടെയും ക്വാളിറ്റി ഉള്ളത് എന്നൊരർത്ഥമാണ് അല്ലേ? ആണോ അല്ലയോ? അങ്ങനെയെങ്കിൽ ബഹുവിധ വർണ്ണങ്ങളോ ബഹുവിധ ക്വാളിറ്റികളെയോ സൂചിപ്പിക്കുന്നതായത് എന്നൊരർത്ഥം ഇവിടെ എടുക്കണ്ടേ? തൊട്ട് മുമ്പ് മെമ്മറിയെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് ബഹുവിധ ക്വാളിറ്റിയോട് കൂടിയ ഐഡന്റിറ്റി ഉള്ളവരായിരിക്കും ഇവർ. ഒന്ന്, അതായത് ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയത്തില്ലേ? ദ്വന്ദ്വ വ്യക്തിത്വം. മനസ്സിലാവുന്നുണ്ടോ? ദ്വന്ദ്വ വ്യക്തിത്വം, ചാർവാംഗ. രണ്ട് തരം സ്വഭാവം. ദ്വന്ദ്വ വ്യക്തിത്വം. സ്വാഭാവിക എല്ലാ ആൾക്കാരിലും അങ്ങനെ ഒരു സ്വഭാവം. ഇവരിലത് കൂടുതലാണ്. ബുധനല്ലയോന്നേ നിങ്ങൾ എന്ത് ചെയ്യാ ആലോചിക്കണം? അപ്പ ഈ ബുധന് ബാക്കി 4 ഗ്രഹങ്ങളുടെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ 4ന്റെ കൂടെ പോയി പണിയെടുക്കാനുള്ള കഴിവില്ല. ഇവന് സ്വന്തം വ്യക്തിത്വം അല്ലയോ? അപ്പ കാണുന്നവനെ അന്നേരം അപ്പാന്ന് വിളിക്കും. മനസ്സിലായില്ലേ? എവിടെയും നയപരമായിട്ട് നിൽക്കാനുള്ള കപ്പാസിറ്റി ഓൾറെഡി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ്. നിങ്ങൾ ഈ ദ്വന്ദ്വ വ്യക്തിത്വം പറയുമ്പോൾ ഉടനെ പറ്റേ ഭ്രാന്തനെയും നാഗവല്ലിയും കാണാൻ പോലെ. അതുകൊണ്ടുള്ള കുഴപ്പം അത്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് പറയാൻ പറ്റും. ഡിസോർഡർ എന്ന് ഞാൻ പറഞ്ഞില്ല. അതാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞത്. ഇവിടെ ഒരാൾ അങ്ങനെ വരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി മാത്രമാണ്. അതായത് സാഹചര്യത്തിനനുസരിച്ചിട്ട് ബഹുവിധ സ്വഭാവങ്ങളെ അഡോപ്റ്റ് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്. മെമ്മറി. ഇനിയും മിഥുനൻ രാശിക്കാർക്ക് പെട്ടെന്ന് സ്വഭാവം മാറും. വൈകാരികമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അവര് പരമാവധി നല്ല നയപരമായിട്ട് നിൽക്കുന്നവരാണെന്ന് പറഞ്ഞു. പക്ഷെ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് പിന്നെ ഒരു നയപരമായ പണിയും വർക്ക് ചെയ്യത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് ചാർവാക എന്ന വാക്ക് മൂക്കിനെ സൂചിപ്പിക്കുക. പക്ഷെ ഇവിടെ അവയവത്തിനൊന്നും പ്രാധാന്യമില്ല. മൂക്കിന്റെ അവയവത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല. മറിച്ച് ഇയാളുടെ കേപ്പബിലിറ്റി, പല കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കഴിവിനെയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.
ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യാനും പറയാനുമുള്ള ഇയാളുടെ കപ്പാസിറ്റി, കഴിവ്. മൾട്ടിപ്പിൾ ടാസ്കിംഗ് എന്ന് പറഞ്ഞൂടെ? മൾട്ടിപ്പിൾ ടാസ്കിംഗ്, പല സ്വഭാവങ്ങളിലും ദ്വന്ദ്വ വ്യക്തിത്വം. ഈ മിഥുനൻ രാശിക്കാർക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി രോഗങ്ങളും ഉണ്ടാവാൻ പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരാളുടെ ഡ്യുവൽ പേഴ്സണാലിറ്റിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരാള് രണ്ടാമത്തെ വ്യക്തിത്വത്തെ കാണിക്കുന്നു, അത് രോഗമായിട്ട് വരുമ്പം ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിനെയും മിഥുനൻ രാശിയെയും പരിഗണിക്കണം. ഡ്യുവൽ പേഴ്സണാലിറ്റി രോഗത്തെ ചിന്തിക്കുമ്പോൾ, മനോരോഗം ചിന്തിക്കുമ്പോൾ അതില് ബുധനെ ചിന്തിക്കണം. ബുധൻ ബുദ്ധിയുടെ ആളല്ലേ, അല്ലാതെ തന്നെ ബുധനെ ചിന്തിക്കണം. അപ്പം മിഥുനൻ രാശിയും കൂടി വന്നാൽ ഡ്യുവാലിറ്റി ആയി. ആ മിഥുനൻ രാശിയുടെ ഫോട്ടോയും അത് തന്നെയല്ലേ, സ്ത്രീയും പുരുഷനും രണ്ടും ചേർന്നതല്ലേ, രണ്ടും ഉണ്ടല്ലോ അവിടെ. അപ്പൊ അവിടെ തന്നെ ദ്വന്ദ്വ വ്യക്തിത്വത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് തെറ്റുമല്ലോ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. എഴുതിയോ? പ്രിയവാക്ക്. പ്രിയവാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായ വാക്കുകൾ ഉപയോഗിക്കുന്നവൻ എന്നർത്ഥം. എന്താ? കേട്ടില്ല. അടുത്തത് പ്രഭക്ഷണ രുചി. പ്രഭക്ഷണ രുചി എന്താ? പ്രഭക്ഷണ രുചിയെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭക്ഷണത്തിൽ താല്പര്യമുള്ളത്, നല്ല ഭക്ഷണത്തിൽ ഉള്ളവനും സംഗീതത്തിൽ താല്പര്യം. പ്രഭക്ഷണ രുചിയിൽ നല്ല ഭക്ഷണം. ഇവിടെ ഇന്നലെ നമ്മളല്ലേ പ്രമഥാപ്രിയ പറഞ്ഞിരുന്നില്ലേ? ഇന്നലെ പ്രമഥ വർദ്ധിച്ചിരിക്കുന്നത് എന്നൊരർത്ഥം അവിടെ മനസ്സിലാക്കിയിരുന്നില്ലേ? പ്രമഥ വിശേഷമായിട്ട് അധികരിച്ച മതത്തോടു കൂടിയത്, ആഗ്രഹത്തോടു കൂടിയത്. അപ്പൊ ഇവിടെ ഭക്ഷണ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വളരെയേറെ ആസ്വദിച്ച് ഭക്ഷണത്തെ വീണ്ടും വീണ്ടും കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. മനസ്സിലാവുന്നുണ്ടോ? പ്രിയർ എന്നാണോ സാറേ അർത്ഥം? ഭക്ഷണപ്രിയൻ എന്നുള്ളതല്ല, എല്ലാ ഭക്ഷണങ്ങൾക്കും ഇല്ല. ഇവിടെ ഇവരുടേതായ ചില ക്വാളിറ്റീസ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറെ ഘടകങ്ങളുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത്. അതിൽ പ്രകർഷേണ എന്നാണ്. പ്രകർഷേണ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള. അതെ, ഇവിടെ നമുക്ക് വ്യത്യസ്തത കൊടുക്കേണ്ട കാര്യമില്ല സാർ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് സാമ്പാർ എന്ന് പറയുന്ന ഭക്ഷണത്തെ വളരെ പ്രിയമാക്കിയാല് ഇവിടെ പ്രത്യേകമായിട്ട് അയാൾക്ക് പ്രിയമായതെന്നൊരർത്ഥനെ എടുക്കാം. അത് അവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. മനസ്സിലായി? അങ്ങനെയുള്ളത് അവരുടെ ലിസ്റ്റിലുള്ളത് മാത്രം ആസ്വദിച്ച് കഴിക്കുക. അത് കോമൺലി ബാക്കിയുള്ളവരുടെ ലിസ്റ്റിൽ ഉണ്ടാവുന്നത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. വിശേഷിച്ച് ഇന്നത് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലൊന്നും പോണമെന്നില്ല. മധുരം, ഇതിനകത്ത് ഈ പ്രഭക്ഷണ രുചിയിൽ മധുരത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാം. മധുരപ്രിയരായിരിക്കും എന്ന് പറയണം. മധുരപ്രിയം. പൊതുവെ ഇവര് ചെറുപ്പം മുതലേ മധുരപ്രിയരായിട്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ക്രമേണ മുകളിലോട്ട് വരുംതോറുമാണ് ഇവര് മധുരപ്രിയരായിട്ട് മാറുക. പ്രായം വരണ്ട, അവരുടെ ഒരു 30 വയസ്സ് ആ ഒരു കാലഘട്ടം മുതൽ ഘട്ടങ്ങളിലൊക്കെ അവർക്ക് മധുരത്തിനോട് ആ ഒരു ടൈം മുതലേ മെച്ചുവറായാൽ തന്നെ അവർ മധുരത്തിന് പ്രിയം കാണിച്ചു തുടങ്ങേണ്ടതാണ്. അടുത്തത് ഗീതാപ്രിയ നിത്തവ്. ഗീതപ്രിയ, അപ്പൊ നല്ല പാട്ട്, സംഗീതത്തിനോടുള്ള താല്പര്യവും പാടാനുള്ള കഴിവും കലാപരമായ കഴിവും, പ്രത്യേകിച്ച് എടുത്ത് പറയണം കലാപരമായ കഴിവുകൾ. സംഗീതത്തിൽ മാത്രമല്ല, ഇവർക്ക് നല്ല കലാപരമായ കഴിവുകൾ ഉണ്ടാകും.
പ്രത്യേകിച്ച് ഡോക്യുമെന്റേഷൻ കപ്പാസിറ്റി ഒക്കെ ഇവരിലുണ്ടാവും. ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി സൂക്ഷിച്ച് ഓരോന്നിനും ആനുപാതികമായ കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ച് നല്ലൊരു ഡോക്യുമെന്റഡ് ആക്കി മാറ്റാം. അതായത് നല്ലൊരു എഴുത്ത്, രചന, ഇതിനൊക്കെയുള്ള കഴിവുകൾ, പ്രിന്റിംഗ് കപ്പാസിറ്റി, പരിജ്ഞാനം എന്നുള്ളതിന് അപ്പുറത്ത് ആ ഒരു കാര്യം, കാര്യങ്ങളിനെ ഓർഡർ ചെയ്ത് ഡേറ്റാസ് കണ്ടെത്തി അതിനകത്ത് ആഡ് ചെയ്ത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിങ്ങള് എന്റെ ക്ലാസിന്റെ പ്രത്യേകത ഉണ്ട്, ഞാൻ ഈ പ്രിപ്പയർഡ് ഡേറ്റാസ് ഒന്നും എടുത്തു വെച്ചിട്ട് തരൂല്ല. പക്ഷെ എന്റെ ക്ലാസ്സിലെ ഡേറ്റ എടുത്തിട്ട് നിങ്ങളൊരു നോട്ട് എടുത്തില്ലേ, അതങ്ങനെ ആക്കി പ്രിന്റഡ് ആക്കി അതിനകത്തെ മാറ്റങ്ങൾ ഇതിങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇത് എങ്ങനെയാകാമെന്ന് ചോദിക്കുന്നത്, അത് ആ ഒരു ഓർഡർ ചെയ്ത് വെച്ച് നിങ്ങൾക്കൊരു കണ്ടന്റ് ആക്കി മാറ്റിയെടുക്കത്തില്ലേ. ചെതറി കിടക്കുന്നതിനെ ക്രോഡീകരിച്ചു കൊണ്ടുവരാനുള്ള ഒരു കപ്പാസിറ്റി ഗീതാപ്രിയ എന്ന വാക്കിൽ നിന്നുമുണ്ട്. അത് സംഗീതത്തിനോട് മാത്രം പ്രിയമാകണമെന്നല്ല, കലാപരമായ കഴിവിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. സംഗീതത്തിന് താല്പര്യമുള്ളവരാകും, സംഗീതം കൈകാര്യം ചെയ്യുന്നവരാ, പാടുന്നവരുമാകാം. കിടക്കുന്ന കാര്യങ്ങളെ എല്ലാ അറിവുകൾ മാത്രമല്ല, ഇതിനെ എന്ത് കാര്യങ്ങളെയും അവർക്ക് ക്രോഡീകരിച്ചുകൊണ്ട് കൊണ്ടുവരാനുള്ള കഴിവ്. അതെ, ഈ അറിവുകളെ മാത്രം നിങ്ങളെ പിടിക്കുന്ന പോയിന്റിൽ നിന്നും അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ ഒന്ന് മാറി ഇറക്കി വിട്, തലയെ ഒന്ന് പുറത്താക്കി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്ത് വെളിക്കളാ. ക്ലാസ്സിലിരിക്കുന്ന സമയത്തും ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിക്കരുത്. പലചരക്കടയിൽ നാളത്തേക്ക് പിന്നെ വെളിച്ചെണ്ണ ഉണ്ടോ എന്ന് ആലോചിക്കുമായിരിക്കും. കമ്പൈലേഴ്സും പബ്ലിഷേഴ്സും ഒക്കെ അതിനകത്ത് വരുമോ? പബ്ലിക്കേഷൻസ് ഓരോ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തുകൊണ്ട് വരുന്നത് അതല്ല ഇതിനകത്ത് വരുന്നതാണ്, ഗീതാപ്രിയയിൽ വരുന്നതാണ്. വാദ്യോപകരണങ്ങൾ, മൾട്ടിമീഡിയ ആക്ടിവിറ്റീസ് ഒക്കെ ഗീതാപ്രിയയിൽ വരുന്ന. മൾട്ടിമീഡിയ എന്ന് പറയത്തില്ലേ, മൾട്ടിമീഡിയ ആക്ടിവിറ്റീസ്. നൃത്തവിൽ, അതായത് നൃത്തവിൽ എന്ന് പറയുന്നത് ഇവിടെ നൃത്തം, ഡാൻസ് അല്ലേ, ഡാൻസിനോട് താല്പര്യമുള്ളത് അല്ലെങ്കിൽ പരിജ്ഞാനമുള്ളത് എന്ന് പറയും. ഇവിടെ അങ്ങനെ ഒരു അർത്ഥം, ഇവര് ഡാൻസിനോട് വലിയ താല്പര്യം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. മറിച്ച് ഇവരെ കായികമായ ഉല്ലാസങ്ങളിൽ ഇടപെടുന്നത് ഇവരുടെ താല്പര്യഭാവമായിരിക്കും. ഇനി നൃത്തവിധം എന്ന വാക്കിനകത്ത് വേറൊരർത്ഥം കൂടി ഉള്ളത് അഡീഷണൽ നോളജ് അല്ലെ അഡീഷണൽ ഹോബി, അധികമായിട്ടുള്ള ഒരു ഹോബി ഇവർക്കുണ്ടാവും. അത് ഒന്നും പോകുന്നതായിരിക്കണമെന്നില്ല, വെറുതെ ഇങ്ങനെ കാട് കയറി പോവുക എന്നുള്ളൊരു കാര്യം മാത്രമേ വരുള്ളൂ. ഇവിടെയും ഇന്റർനെറ്റിന്റെ പ്രശ്നം ഹാജര് വെച്ചു. ഇന്ന് മൊത്തം കംപ്ലൈന്റ് ആയിരിക്കും, എന്തോ കാര്യമുണ്ട്. അപ്പം കൊല്ലത്തല്ലും കോട്ടയത്തും കൊച്ചിയിലും ഉണ്ട്. ആയിരിക്കും, എന്തെങ്കിലും വേറെ ആയിരിക്കും. അഡീഷണൽ ഹോബീസ് കൂടുതലായിട്ട് വരുന്ന വിനോദം, അത് ഈ അഡീഷണലി ഇതിങ്ങനെ കൂടുതൽ അക്യൂർ ചെയ്തോണ്ടിരിക്കും, പൂർത്തീകരിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു സമയം പോക്ക്. ഓക്കെ, അടുത്ത എന്താ? സമുന്നത ഉന്നത, ഉയർന്നത്. നാസ, ഇവിടെ നസ എന്നാ പറയുന്നത്, അതായത് മൂക്കിനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു മൂക്കിന്റെ സൂചനകൾ തന്നിരുന്നു അല്ലേ, തന്നില്ലേ? എന്തായിരുന്നു, ഏത് വാക്കിനകത്തായിരുന്നു? ചാർവാങ്ക അല്ലേ? ഇവിടുത്തെ ഉയർന്ന മൂക്കിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മൂക്കിനെ എടുത്ത് പറഞ്ഞിരിക്കുക. വീണ്ടും എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നേരത്തെ പറഞ്ഞു ചാർവാങ്ക എന്ന വാക്കിനകത്ത്
ദ്വന്ദ്വമായ വ്യക്തിത്വമോ മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതോ രോഗാവസ്ഥകൾക്കുള്ളതോ അതുപോലെ തന്നെ എല്ലാ പഞ്ചഭൂതങ്ങളുടെയും ക്വാളിറ്റീസ് നിറഞ്ഞത്, മൾട്ടിപ്പിൾ എബിലിറ്റി അല്ലെ, മൾട്ടി ആക്ഷൻ, അതേപോലെയാണെങ്കിൽ ഇവിടുത്തെ സമുന്നത മൂക്കിനെ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. മൂക്ക് എന്നൊരു വിധത്തില് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? സമുന്നത, ഉയർന്ന മൂക്ക്. ഉയർന്ന മൂക്ക്. മൂക്കിന് ഇവിടെ വേറൊരു പ്രത്യേകതയാണ്. ഇവിടെ മൂക്കിനെ തന്നെ എടുത്തു പറഞ്ഞിരിക്കുക. മോളിൽ മൂക്കിനെ പറഞ്ഞിട്ടുണ്ടോ? തൊട്ട് മുകളില് മൂക്കിനെ പറഞ്ഞിട്ടുണ്ടോ? എവിടെ പറഞ്ഞു? ഞാനല്ലേ പറഞ്ഞത്. ചാർവാങ്ക എന്ന വാക്കിനകത്ത് ബഹുവിധമായ അംഗങ്ങളുടെ ക്വാളിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. കൈക്കുള്ള ക്വാളിറ്റി, കാലിനുള്ള ക്വാളിറ്റി, ചെവിക്കുള്ള ക്വാളിറ്റി, മൾട്ടിപ്പിൾ കപ്പാസിറ്റി ആണത് അല്ലെ. ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവാണത്. അങ്ങനെയെങ്കിൽ ഇവിടെ മൂക്കിനെ കുറിച്ച് മാത്രം പറയുന്നെങ്കിൽ എന്താണ്? ഒരു വിഷയത്തെ പറ്റി തന്നെ സ്മെൽ എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കഴിവ് കൂടുതൽ, ഏതാണ് പെർട്ടിക്കുലർ ആയിട്ട് ഒരു സ്മെല്ല് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനോ? പെർട്ടിക്കുലർ ആയിട്ടല്ല, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മൂക്കായിരിക്കും ഇവരുടേത്. ഗന്ധം മനസ്സിലാവുന്നുണ്ടോ? വളരെ വേഗത്തിൽ ഗന്ധം. മൂക്കിന് ഇവര് വളരെ പെട്ടെന്ന് കാര്യങ്ങളെ ബാക്കി ആരും മനസ്സിലാക്കുന്നതിനേക്കാളും മുമ്പേ മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയും. അതാണ് അതിന്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? മറ്റാരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുന്നു. ഓക്കെ, അടുത്തത് സക്ലീബൈർ രതിയാദിഛാം. ഇവിടെ രതി, അതായത് അവൻ നപുംസകങ്ങളുമായി രതിക്രീഡ ചെയ്യുകയും ചെയ്യും. ഇതുവരെ പറഞ്ഞുകൊണ്ട് വന്നത്, ആദ്യമേ പറഞ്ഞു സ്ത്രീകളുടെ പുറകിന് ഓട്ടമാണ്. കാമക്രീഡയിൽ കുഴപ്പക്കാരനാണ്. കുഴപ്പക്കാരനാണോ? അല്ലല്ലോ, നേട്ടക്കാരനല്ലേ. അവിടെ ഒന്നും പോരാഞ്ഞിട്ട് ഈ നപുംസകങ്ങളെയും കണ്ടുപിടിക്കും. ഇല്ലേ? ആണോ? ഇതിന് മാത്രം നപുംസകങ്ങൾ എവിടെ കിട്ടും? നോക്കൂ, എന്താണ് നപുംസകം എന്ന വാക്കിനർത്ഥം? നപുംസകം എന്ന വാക്കിനർത്ഥം പറയാവോ? വ്യത്യസ്തമായ ആണും പെണ്ണും കെട്ടവെന്നൊക്കെ സാധാരണ പറയും. സ്ത്രീ പുരുഷ സ്വഭാവമുള്ളവര് ഒരാളിൽ തന്നെ. പുരുഷന്റെയും സ്ത്രീയുടെയും മനസ്സോട് കൂടിയത്. ആണോ പുരുഷനും സ്ത്രീ ആണോ എന്ന് വ്യക്തമായിട്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റാത്ത. നോക്കൂ, പല അഭിപ്രായങ്ങൾ ഇതിനകത്തുണ്ട് അല്ലെ. അർദ്ധനാരീശ്വരണം അപ്പൊ അവിടെ എന്താ പറയുന്നത്? ആണും പെണ്ണും കെട്ടതെന്ന് വിളിക്കുവോ? ആണെന്നോ പെണ്ണെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയെന്ന് വിളിക്കുവോ? ഇതൊന്നുമില്ലല്ലോ. മറിച്ച് അവിടെ വന്നപ്പോ മാത്രം എന്ത് വിളിക്കുന്നു, എന്ത് പറയുന്നു? പേരും ചേർന്നത് എന്നല്ലേ പറഞ്ഞത്? അല്ലേ? രണ്ട് പേര് ചേർന്നത്. സ്ത്രീയുമുണ്ട് പുരുഷനുമുണ്ട് അല്ലെ, ശിവനുമുണ്ട് ശക്തിയുമുണ്ട്. അങ്ങനെയല്ലേ? അങ്ങനെയെങ്കിൽ നപുംസകം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? ഈ വ്യക്തിക്ക് സ്ത്രീകളുടെയും ക്വാളിറ്റി ഉണ്ടാകും, പുരുഷന്റെയും ക്വാളിറ്റി ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് അതുകൊണ്ടാണ് അവർക്ക് സ്ത്രീ എന്നോ പുരുഷനെന്നോ വേർതിരിവില്ലാതെ ആരോടും ഇടപെടാൻ വളരെ ഓപ്പൺ ആയിട്ട് സ്ത്രീയോടും പുരുഷനോടും ഒരേ രീതിയിൽ സാഹചര്യങ്ങളെ മനസ്സിലാക്കി ഇടപെടാനുള്ള കഴിവ് ഇവർക്കുണ്ട്. മനസ്സിലായോ? നോക്കിയേ, നമ്മൾ ആദ്യം വായിച്ച ഒരർത്ഥവും
ഇതിന് മാത്രമല്ല, ഈ ഒരു മിഥുനൻ രാശി, ആ മിഥുനൻ രാശിയുടെ ആദ്യം മുതൽ ഇങ്ങോട്ട് സ്ത്രീലോല, സുരതോപചാര കുശല, ക്ഷാമേക്ഷണ, ശാസ്ത്ര, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോ തന്നെ അതിനകത്ത് പറഞ്ഞ പല അർത്ഥങ്ങളും മാറി മറിഞ്ഞു പോയി അല്ലേ? വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇതുവരെ ഉള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതിൽ നിന്നും എന്തോരം വ്യത്യാസമായി ഈ അർത്ഥങ്ങളല്ലേ? ആണോ? ധൈര്യമായിട്ട് പറയാമല്ലോ. ഇനിയിപ്പം ധൈര്യമായിട്ട് പറയാമല്ലോ, ചീത്തയൊന്നുമില്ലല്ലോ.